പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ലൈവിൽ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി വി ജോസഫാണ്. ഇന്ന് ഷാജി വി ജോസഫിലൂടെ നമുക്ക് ദൈവവചനം നമുക്ക് കേൾക്കാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മഴയുടേതായിട്ടുള്ള വലിയ പ്രതിസന്ധികളുണ്ട്, എങ്കിലും എല്ലാം ഭംഗിയായി നന്നായി നടക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഷാജി വി ജോസഫിനെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള സ്നേഹവന്ദനവും അവരോടുള്ള സ്വാഗതവും വന്ദനവും എല്ലാം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കട്ടെ. ഇന്നത്തെ വചന കേൾവി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കറണ്ട് പോയതാണ്, ഞാൻ വീഡിയോ ഓഫ് ആക്കിക്കോളാം. പാസ്റ്റർ ആരംഭിച്ചു. ദൈവമക്കളെ, നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മീറ്റിംഗ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും പരിപാലിക്കുകയും ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹാപദ്ധതിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. നല്ല പിതാവേ, ഇരുണ്ടുപോയ, സുബോധം നഷ്ടപ്പെട്ടു പോയ, പാപത്തിലും മരണത്തിലും പിടിക്കപ്പെട്ടു പോയ ഞങ്ങളെ ഇതിലൂടെ അങ്ങ് സംസാരിക്കുകയാൽ ഈ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടുകയാൽ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മക്കളുടെ ഹൃദയങ്ങളെ ധാരെല്ലാം ഇവിടെയെല്ലാം അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവരിക, അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ എന്താണോ ഞങ്ങളെ കുറിച്ചുള്ള ചിന്ത, അത് ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ ജാതിയുടെയും ഡിനോമിനേഷന്റെയും മനുഷ്യ മഹത്വത്തിന്റെയും ഒക്കെ തലങ്ങളെ വിട്ടിട്ട് അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ ഞങ്ങളായി തീരുവാൻ ശുശ്രൂഷ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി കളമൊരുക്കിയ ഗോസ്പൽ TVയെയും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കഥാരസ് സാജുവിനെയും കുടുംബത്തെയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കരുതിയാട്ടെ, നയിച്ചാട്ടെ. അങ്ങയുടെ ഭവനത്തിൽ ക്രിസ്തുവിൽ ഞങ്ങളെ ചേർത്താട്ടെ. ഞാൻ അങ്ങയുടേത് മാത്രമല്ലോ, അങ്ങ് ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ഇന്ന് ഈ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഒരു അരമണിക്കൂർ കൂടുതൽ ശുശ്രൂഷ വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചില ടെക്നിക്കൽ വിഷയങ്ങളുമായുള്ളത് കാരണത്താൽ അല്പം ഡിലേ ആയിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നമ്മളിലുള്ള പ്രവൃത്തിയെ കുറിച്ചാണ്. കഴിഞ്ഞ സന്ദേശങ്ങളിൽ കേൾക്കാത്തവർ അത് പോയി കേൾക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഏക ദൈവം ത്രിയേകമായി തന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ചാണ്. നാം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത ധാരാളമാണ്. നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരണമെങ്കിൽ നമ്മളുടെ ഈ പുതിയ പ്രവർത്തന രീതി മനസ്സിലാക്കിയാലേ നമ്മുടെ റിസൾട്ട് വരത്തുള്ളൂ. ഒരു യജമാനൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ തോട്ടത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഫാക്ടറിയിൽ റിസൾട്ടാണ്, ഫലമാണ്. ഇതേപോലെയാണ് ദൈവവും. യേശുക്രിസ്തു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതാ യജമാനൻ ഫലം അന്വേഷിച്ചു വന്നു തോട്ടത്തിൽ. ഇതാ 3 വർഷമായി ഞാൻ ഫലം അന്വേഷിച്ചു വന്നു, ഇതിലൊന്നും ഫലം കാണുന്നില്ലല്ലോ. തോട്ടക്കാരനോട് പറഞ്ഞു, ഇനി അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ. അപ്പൊ തോട്ടക്കാരൻ പറഞ്ഞു, 1 വർഷം കൂടി ഞാൻ എന്റെ ചുവട് കിളച്ച് വളമിടാം, ഫലം തരുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പൊ മനസ്സിലാക്കി യജമാനൻ ആഗ്രഹിക്കുന്ന ഫലമാണ്. നാം ദൈവത്തിന്റെ കൃഷി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഫലം വരണ്ടേ? ആ ഫലം വന്നില്ലെങ്കിൽ നമ്മൾ വെട്ടിക്കളയും.
ഫലം ഉള്ളതിനെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോ അതിന് ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പിസമോ പെന്തക്കോസ്തോ കത്തോലിസമോ CSIയോ മാർത്തോമയോ ബ്രദറിനോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒന്നും സ്വർഗത്തിലില്ല. അവിടെ ദൈവവും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, സ്വർഗീയ പിതാവിന് ക്രിസ്തുവിലൂടെ ജനിച്ച ജയം പ്രാപിച്ച മക്കളുമാണ് അവിടെ ഉള്ളത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ദിവ്യ കുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. മനസ്സിലാകുവാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട 3 സന്ദേശങ്ങൾ ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥ പിതാവ് ഏകനാണ്, എന്നാൽ ക്രിസ്തു യേശുവിലൂടെയുള്ള തന്റെ പ്രവർത്തനം ത്രിയേകമാണ് എന്നാണ് ആദ്യത്തെ 2 എപ്പിസോഡുകൾ. കഴിഞ്ഞ എപ്പിസോഡ്, 3-ാമത്തെ എപ്പിസോഡ്, ഏകനായ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ മാത്രമല്ല ക്രിസ്തുവിലുള്ള നമ്മളിലൂടെയും ത്രിയേകമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കഴിഞ്ഞ സന്ദേശം. അതിന്റെ 2-ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും. എതിർക്കാനുള്ള ഒരു കൂട്ടർ എപ്പോഴും ഉണ്ടാകും. അവരുടെ പേര് കള എന്നാണ് മത്തായി 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അറിവില്ലാത്ത സഹോദരങ്ങൾ എതിർക്കും. അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അത് അന്ത്യത്തോളം ഉണ്ടാകും. എന്നാൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടാനോ നിങ്ങളെ എന്റെ കൂടെ ചേർക്കാനോ ഒന്നുമല്ല. നിങ്ങളെ സ്വർഗീയ കുടുംബത്തിൽ ക്രിസ്തുവിലൂടെ ചേർക്കുവാനാണ് ഈ സന്ദേശങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുള്ളതായി തീരുവാനാണ്. അപ്പൊ നിങ്ങൾ ഒരു ചോദിക്കും, എന്താണ് ഈ ഫലം? പ്രിയ സഹോദരങ്ങളെ, ഫലം എന്ന് പറയുന്നത്, ദൈവപുത്രന്മാരുടെ ഫലം എന്ന് പറയുന്നത്, ദൈവം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് താൻ മാത്രം അമർത്യതയുള്ളവൻ, ദ ഓൺലി പൊട്ടന്റേറ്റ്, ധന്യനായ ഏകാധിപതി, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ നമ്മിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടും. അതാണ് ഫലം. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ നാം പ്രവർത്തിച്ചേ പറ്റൂ. ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടും. നിങ്ങൾ ആരും ചോദിക്കും, ഇങ്ങനെയൊക്കെ വെളിപ്പെട്ടവരുണ്ടോ? പിന്നെ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മളുടെ റോൾ മോഡൽ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ദൈവം ഈ ലോകത്ത് വെളിപ്പെട്ടു. ദൈവത്തിന് വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഏത് ദൈവത്തെ? അത്യുന്നതനായ ദൈവത്തെ, താൻ മാത്രം അമർത്യതയുള്ള ദൈവത്തെ, മനുഷ്യരാരും കാണാത്ത ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ കണ്ടു എന്ന് പറയുന്നതൊക്കെ ഈ ദൈവത്തിന്റെ തേജസ് കണ്ടെന്നാ ഈ പറയണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, മടിയിൽ നിന്നാണ്, മടിയിൽ നിന്നല്ല, ബോസ് എന്നാണ്. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. കണ്ടോ? ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവപുത്രന്മാർ. അതിന്റെ റോൾ മോഡലാണ്, ഫസ്റ്റ് സാമ്പിൾ പ്രൊഡക്റ്റ് ആണ് ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തും. അതിന് അതിന്റെ ബൈബിളിട്ടിരിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നാണ്, ദൈവം മനുഷ്യരോട് കൂടെ. പക്ഷെ ആ ഇമ്മാനുവേൽ നടക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ടെക്നോളജി വേണ്ടേ, ഒരു സ്പിരിച്വൽ ടെക്നോളജി വേണ്ടേ? ആ ടെക്നോളജിയുടെ പേരാണ് ഈ ത്രിയേകത എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിൽ ത്രിയേകത എന്നൊരു വേർഡില്ല. അതിന് പകരം ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. നിയമം ഉപയോഗിക്കുമ്പോഴാണ് കാര്യം നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തുടക്കം 3 സന്ദേശങ്ങളിൽ ഞാൻ പല നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ആ നിയമങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് ഫ്രിക്ഷൻ. വണ്ടി നമ്മൾ KSRTC ബസ്സിനെ കുറിച്ച് നമുക്ക് കേട്ടു. അതിന്റെ ടയർ റോഡിൽ ഇങ്ങനെ കറങ്ങുമ്പോ ആ റോഡുമായി അതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷനിലാണ് ആ ബസ് മുന്നോട്ടേക്ക് പോകുന്നത്. ലോ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഹല്ലേലൂയ. അപ്പൊ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ലോ ഓഫ് ഫ്രിക്ഷനിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു ആക്ഷൻ ആണ്. അപ്പോൾ ആ ആക്ഷനിൽ ഒരു റിയാക്ഷൻ വരും. ആക്ഷൻ പുറകോട്ട് വേണ്ടി തള്ളുന്നതാണെങ്കിൽ റിയാക്ഷൻ ബസ്സിനെ മുമ്പോട്ട് തള്ളും. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, അത് മറ്റൊരു ലോയാണ്. പക്ഷെ അത് ഈ ഭൂമിയിലൂടെ മാത്രമേ ഓടുള്ളൂ. എന്നാൽ ആ ബസ് എയർ ബസ് ആകുന്നത് കാണുള്ളൂ, എയർ ബസ്, വിമാനം. അപ്പോ ഈ ടെക്നോളജിയുടെ കൂടെ മറ്റൊരു ലോ കൂടി ചേർന്നു, ബെർണൂലിയസ് ലോ. വെൻ സ്പീഡ് ഇൻക്രീസ് പ്രഷർ ഡിക്രീസ് എന്നാണ് അതിന്റെ സംഭവം. അതുപയോഗിച്ചാണ് വിമാനം പൊങ്ങുന്നത്, എയർ ബസ് പൊങ്ങുന്നതും
പറക്കുന്നതും താഴാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം അതാണ്. അപ്പോ ബസ് ഉപയോഗിക്കുന്നതിന്റെ കൂടെ വേറൊരു ലോയും കൂടി വന്നപ്പോ അത് എയർബസ് ആയി. ഇതേപോലെ ദൈവമക്കൾ ഉപയോഗിക്കേണ്ട ത്രിയേക ഫംഗ്ഷൻ, അതിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. ഇതാണ് ബൈബിളിന്റെ ഭാഷ. ഹല്ലേലൂയ. ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. ദൈവം നമ്മുടെ ജഡത്തിലൂടെ ഈ ലോകത്ത് വെളിപ്പെടും. ഏത് ദൈവം? ആത്മാവാകുന്ന താൻ മാത്രം അമർത്യതയുള്ള, ആ പേര് വേറെ ഒരു ദൈവത്തിനും കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതി, ആ പേര് ഒരു ദൈവത്തിനും വേറെ ഇല്ല. ഹല്ലേലൂയ. ലീവിംഗ് ഗോഡ്, ആ പേര് വേറെ ഒരു ദൈവത്തിനും ഇല്ല. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം, ആ പേര് വേറെ ഒരു ദൈവത്തിനും ഇല്ല. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ പല പല പേരുകളുണ്ട്. സർവശക്തനായ ദൈവം. അപ്പോ ആ മനുഷ്യരാരും കാണാത്ത ആ ദൈവം ദൈവപുത്രന്മാരിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടും. അതിന്റെ പേരാണ് ഇമ്മാനുവൽ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയതാ, അറിയാമല്ലോ. ഇതാ ദൂതം വന്ന് ജോസഫിനോട് പറയുന്ന രംഗമുണ്ട്. ദൈവം മനുഷ്യരോടുകൂടെ എന്നറിയപ്പെടുന്ന ഇമ്മാനുവേൽ എന്ന ഒരു പേര് വിളിക്കും. ഈ ഭൂമിയിൽ ജനിച്ച ഒരാൾക്കും അങ്ങനെ ഒരു പേരില്ല. കാരണം ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോടുകൂടെ. അപ്പൊ നമുക്ക് ഈ ആത്മമണ്ഡലം അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഉടനെ തെറ്റിദ്ധരിക്കും. ഹല്ലേലൂയ. അപ്പോ കാരണം യേശു ക്രിസ്തുവും ദൈവമാണ്. ഏത് ദൈവം? താൻ മാത്രം അമർത്യതയുള്ള, മനുഷ്യരാരും കാണാത്ത ആ ദൈവമല്ല, ആ അത്യുന്നതനായ ദൈവത്തിന്റെ മകൻ. നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനൊരു മകൻ ജനിച്ചാൽ മനുഷ്യൻ തന്നെയാണ്, ദൈവത്തിനൊരു മകൻ ജനിച്ചാൽ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷെ അവരാരും അത്യുന്നതനായ ദൈവമാകുന്നില്ല. ഇവൻ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിന് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജനിച്ച പുതിയ സൃഷ്ടികളായ നാം എല്ലാവരും ദൈവത്തിന്റെ കാറ്റഗറിയാണ്. പക്ഷെ നമ്മൾ ആരും അത്യുന്നതനായ ദൈവമാകുന്നില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നാം തിരിച്ചറിയാൻ പിശാചോ അവന്റെ ആളുകളോ അനുവദിച്ചില്ല. അപ്പോ മനുഷ്യ മക്കളിൽ നിന്ന് ദൈവമക്കളിലേക്കുള്ള പ്രയാണമാണ് യോഹന്നാൻ 1:12. അവിടെ പറയാണ് യേശു ക്രിസ്തുവിനെ, ഏത് യേശു ക്രിസ്തുവിനെ? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ. ആ യേശു ക്രിസ്തു ഏത് വർഗമാണ്? ദൈവവർഗമാണ്, ദൈവത്തിന്റെ മകനാണ്. ആ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ഏത് വ്യക്തിക്ക് ദൈവമക്കളാകുവാൻ, അതായത് ദൈവവർഗമാകുവാൻ ദൈവം അധികാരം കൊടുത്തു. കഴിഞ്ഞ സന്ദേശങ്ങളിൽ ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ സകല സൃഷ്ടികൾക്കും ജീവജാലങ്ങൾക്കും ഒറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ, ഒറ്റ എക്സിസ്റ്റൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ അസ്തിത്വമേ ഉള്ളൂ. എന്നാൽ നമുക്ക്, മനുഷ്യരായ നമുക്ക് 2 അസ്തിത്വമുണ്ട്. എല്ലാവർക്കും ഒരു സൃഷ്ടികർമ്മം മാത്രമായിരിക്കുമ്പോൾ മനുഷ്യരായ നമുക്ക് 2 സൃഷ്ടികർമ്മമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒന്നിനെ പഴയ സൃഷ്ടിയെന്നും ഒന്നിനെ പുതിയ സൃഷ്ടിയെന്നും പറയുന്നത്. പഴയ സൃഷ്ടിയിൽ ഉണ്ടായ വ്യക്തിത്വത്തെയാണ് ബൈബിൾ പഴയ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. പുതിയ സൃഷ്ടിയിൽ ഉണ്ടായ വ്യക്തിത്വത്തെയാണ് ബൈബിൾ പുതിയ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ആ പുതിയ മനുഷ്യനാണ് ദൈവപുത്രൻ, യേശു ക്രിസ്തുവിന് അനുരൂപമായത്, ദൈവാനുരൂപമായത്. പഴയവൻ എന്ന് പറയുന്നത് ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ്, സോൾ ബീയിങ് ആയിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. പക്ഷെ അവൻ വീണുപോയി, ചതിമോഹങ്ങളെ വഷളായി പോയ സ്വകേന്ദ്രീകരണമായ മനുഷ്യനായിപ്പോയി. അവനാണ് ആദത്തിന്റെ തലമുറ. എന്നാൽ അതാണ് പഴയ സൃഷ്ടി. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ, മരണ പുനരുദ്ധാനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പുതിയ സൃഷ്ടികൾ. അവർ ദൈവവംശമാണ്, ക്രിസ്തുവിന്റെ ജനറേഷനാണ്. ഇത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് 2 വംശമുണ്ട്. അവർക്ക് മരണമില്ല, പക്ഷെ മനുഷ്യ മക്കൾക്ക് മരണമുണ്ട്. ഇതാണ് 82-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തതയോടെ, വചനം അറിയാവുന്നവർക്കാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ക്രിയ ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ കത്താൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം 82-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തതയോടെ 6-ാം വാക്യത്തിൽ നമ്മൾ ഈ 2 അസ്തിത്വത്തെ കുറിച്ചും പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം. അപ്പോ ഇത് നാം മനസ്സിലാക്കി ഈ ഫൗണ്ടേഷൻ നമുക്ക് ഇല്ല എങ്കിൽ ഈ പറയുന്നതൊക്കെ ഇതെന്തോ ദുരുപദേശം, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഒരു സമയത്തും
പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബൈബിൾ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനായിട്ട് എനിക്ക് കഴിയുകയില്ല. കാരണം ഞാൻ ആ ജയിലിലാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഈ ബൈബിളിലെ വചനം വിട്ട് എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ദയവായി എനിക്കത് ചൂണ്ടിക്കാണിക്കുകയും എന്നെ തിരുത്തി തരികയും ചെയ്യണമേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാരായി നമുക്ക് എല്ലാവർക്കും ആ പാറ്റേൺ പിന്തുടർന്നാൽ നന്നായിരിക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആ രണ്ട് അസ്തിത്വം മനസ്സിലാക്കുക. ആ രണ്ട് അസ്തിത്വത്തിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പ്രവർത്തന ശൈലിയിലേക്ക് വന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. 82-ാം സങ്കീർത്തനം 6-ാം വാക്യത്തില് ഞാനത് വായിക്കാം. സലിവർ ഫ്രീ ആണെങ്കിൽ സലിവറിന് വായിക്കാം, അല്ല മൈക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഞാൻ തന്നെ വായിച്ചോളാം. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെ ഈ അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് ഞാൻ പറഞ്ഞു. അതായത് ദേവന്മാർ എന്നല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്, ദൈവങ്ങൾ എന്നാണ് കേട്ടോ. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ ഇതിന് എബ്രായ ബൈബിളിലേക്ക് പോകുന്നൊന്നും വേണ്ട. ഇംഗ്ലീഷിൽ ഐ ഹാവ് സെഡ് ye are gods, നിങ്ങളെല്ലാ എലോഹിമുകളാണ്. ആൻഡ് ഓൾ ഓഫ് യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. അപ്പൊ ആരെങ്കിലും എലോഹിമാന്ന് ചോദിക്കുമ്പോ അയ്യോ ഒരേ എലോഹിമല്ലേ ഉള്ളൂ എന്ന് അത് അങ്ങനെ പറയാമോ? ഇത് ഞാൻ പറയുന്നതല്ല, ക്രിസ്തു പറയുന്നതല്ല, സ്വർഗസ്ഥ പിതാവ് പറയുന്നതാണ്. എന്നാൽ ക്രിസ്തു യോഹന്നാൻ 10-ാം അധ്യായത്തിൽ ഇത് ഏറ്റു പറയുന്നുണ്ട് ഈ സംഭവം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ നമ്മുടെ രണ്ട് അസ്തിത്വങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മൾ ആരും അത്യുന്നതരായ ദൈവമല്ല, ആദ്യം തിരിച്ചറിയാം. അവിടെ വ്യക്തതയോടെ പറയും, നിങ്ങളെല്ലാം ദൈവങ്ങളാണ്. കാരണം ദൈവത്തിന് ജനിച്ച മക്കൾ ദൈവങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. അതോടെ പറയാണ്, നിങ്ങളൊക്കെ ആരാണ്? ദ ചിൽഡ്രൻ ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ. ഇതാണ് നമ്മുടെ ഒരസ്തിത്വം. അതാണ് ക്രിസ്തുവിലൂടെ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്ന അമ്മ സ്ത്രീയിലൂടെ ജനിച്ചപ്പോൾ, ജഡത്തിൽ നിന്ന് ജനിച്ചപ്പോൾ കിട്ടിയ അസ്തിത്വം മനുഷ്യന്റെ അസ്തിത്വം. അവിടെ താഴെ എഴുതിയിരിക്കുക, ബട്ട് ഈ ഷാൽ ഡൈ ലൈക്ക് മെൻ, നിങ്ങൾ മനുഷ്യരെ പോലും മരിച്ചു പോകും. ഇതാണ് നമ്മുടെ മറ്റൊരു അസ്തിത്വം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന അസ്തിത്വം. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് അസ്തിത്വം, ഇങ്ങനെ ഒരു ക്രിയേഷൻ വേറെ ഇല്ലേ ഇല്ല. രണ്ട് അസ്തിത്വങ്ങളുണ്ട്, മനുഷ്യരെ പോലും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഫസ്റ്റ് കൊരിന്ത്യർ 15:22 പറയുന്നു, ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. ഇതാണ് മനുഷ്യരെ പോലും മരിച്ചു പോകുന്ന പറയുന്നില്ലേ, എല്ലാവരും മരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അതാണ് നമ്മുടെ മുകളിലുള്ളത്. നിങ്ങളെല്ലാം ക്രിസ്തുവിൽ അത്യുന്നതന്റെ മക്കളാ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാലം പിശാച് ഇതൊക്കെ മറച്ചു വെച്ച് നമ്മളെ അറിവില്ലായ്മയിൽ നമ്മൾ കൂട്ടിയടിച്ചു. ഇനി കൂട്ടിയടിക്കരുത്. ഇത് അന്ത്യകാലം വരികയാണ്. ഈ അന്ത്യകാലം വരുമ്പോൾ നമ്മൾ സ്പിരിറ്റ് നെറ്റിൽ, അതായത് ഇതിന്റെ ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ആത്മാവിന്റെ ഐക്യത എന്നാണ്. സ്പിരിറ്റ് നെറ്റ്. നമുക്ക് പുറത്ത് ഇന്റർനെറ്റ് ഇല്ലേ, ശരീരത്തിന്റെ പുറത്ത് ഇല്ലേ, ഇതുപോലെ നമ്മുടെ അകത്ത് ഇതിനേക്കാൾ വലിയ നെറ്റ് ഉണ്ട്. ആ നെറ്റിന്റെ പേരാണ് ആത്മാവിന്റെ ഐക്യത. അതിന്റെ പേരാണ് സ്പിരിറ്റ് നെറ്റ്, ആത്മാവിന്റെ ഐക്യത. അതിൽ നമ്മളെല്ലാം ഒന്നിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര പോയപ്പോ ഒരു സഹോദരനോട് പറയും, ആ സഹോദരൻ കണ്ണൂർ കിടക്കുന്ന ഒരു സഹോദരനാണ്. എന്റെ ബ്രദറെ, ഞാൻ അതിശയിച്ചു പോവുക, ദൈവം നമ്മളെയൊക്കെ കാണാത്തവരെയൊക്കെ ഒന്നിപ്പിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദർ കണ്ണൂരല്ലേ ഉള്ളൂ, ഇതാ ഓസ്ട്രേലിയയിലും ഓസ്ട്രിയയിലും US-ലുള്ളവരൊക്കെ കയറി ഒന്നിക്കണം അല്ലേ? കാരണം അന്ത്യനാളുകളിൽ ദൈവം ബാലിനും മുട്ടുപടക്കാതെ 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിനോ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനോ കീഴടങ്ങാതെ സത്യതാൽപരരായ ചിലരുണ്ട്. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം പറയുന്നു, പാപികളുടെ ഇടയിൽ ജീവിച്ച ലോത്ത് നീതിമാനായിരുന്നു എന്ന് പറയണേ. അതിന്റെ അകത്തൊരു അദ്ദേഹത്തിന് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ യേശുക്രിസ്തു പറയുന്നു, എല്ലാവരും തന്നെ വിശ്വസിക്കത്തില്ല, സത്യതാൽപരരായവർ തന്നെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ദൈവം ഒരുമിക്കും. അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഗ്ലോറി ഒന്നൊരു വിഷയമേ അല്ല. അവർക്ക് വേണ്ടത് അവരുടെ ദൈവത്തെയാണ്, ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. അവർക്ക് വേണ്ടത് സത്യമാണ്. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ബൈബിൾ അല്ലാതെ, അല്ലെങ്കിൽ വിശുദ്ധ പൗലോസിനെ പോലുള്ള ദൈവദാസന്മാരല്ലാതെ ആരും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല മനുഷ്യന്റെ ഇരട്ട സൃഷ്ടിപ്പിനെ കുറിച്ചും അവന്റെ ഇരട്ട അസ്തിത്വത്തെ കുറിച്ചും. അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ലൈഫാണ് കേട്ടോ. ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം അല്ലെങ്കിൽ യാഥാർത്ഥ്യം, റിയാലിറ്റി. ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. അസ്തിത്വം വേറെ, വ്യക്തിത്വം വേറെ. ഹല്ലേലൂയ. ഇതൊക്കെ വ്യക്തിത്വം വേറെ. അതായത് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എ ഫോം ഇൻ ദാറ്റ് ലൈഫ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ നമ്മൾ വീണു പോകാനായിട്ട് ഇടയാകും. അപ്പോ
ഇവിടെ പറയാണ് നമ്മൾ ഈ രണ്ട് അസ്തിത്വത്തിൽ രണ്ടുപേരുടെയും പ്രവർത്തനം വേറെ വേറെയാണ്. അതായത് നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ ആദത്തിന്റെ മക്കള്, ആദത്തിൽ എല്ലാവരും, അതായത് 1 Corinthians 15:22, ഇതിന് തുല്യമായ മറ്റൊരു വേടാണ് 15:22 പറയാണ്, ആദമിൽ എല്ലാവരും മരിക്കുന്നു. നേരത്തെ അത്യുന്നതനായ ദൈവം പറഞ്ഞു നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. അപ്പൊ ആദത്തിലാണ് മരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. നിങ്ങളെല്ലാം അത്യുന്നതന്റെ പുത്രന്മാരാ, അതായത് ദൈവപുത്രന്മാർക്ക് മരണമില്ല. ഇതല്ലേ ക്രിസ്തു പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ രണ്ട് അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയ എത്ര ശ്രേഷ്ഠമാണ് ഈ സുവിശേഷം എന്നറിയോ? എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് പിശാചി കീറി നമ്മളെ പരസ്പരം കലക്കി. ഇനി അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തിന് പറയുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്, സാത്താൻ നിങ്ങളെ തോറ്റിക്കരുത്. തോറ്റു കൊടുക്കുന്ന അവസ്ഥയ്ക്ക് വിട്ടിട്ട് മാറി വരണം. അപ്പൊ മരിച്ചു പോകുന്ന ഒരു അസ്തിത്വം നമുക്കിവിടെ ഉണ്ട്. ആ അസ്തിത്വം വീണുപോയതിന്റെ കാരണം ഈ ത്രിയേക പ്രവർത്തനം ആ അസ്തിത്വത്തിൽ ഇല്ലാത്തത് കൊണ്ടായി. എന്നാൽ യേശു ക്രിസ്തു ജയിച്ചതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ ത്രിയേക പ്രവർത്തനം ഉള്ളത് കൊണ്ടായി. ഇത് തിരിച്ചറിയാം. ഹല്ലേലൂയ. അപ്പോ മനുഷ്യനെ പോലെ ഉള്ള ആ അസ്തിത്വം ഉണ്ടല്ലോ, എന്താണ് അവരുടെ തോൽവി? യേശയ്യാ 53:6 പറയാണ്, അവരെല്ലാം സ്വകേന്ദ്രീകൃത ജീവിതമാണ്, ത്രിയേക ജീവിതമല്ല. അവരെല്ലാം അവിടെ പറയുന്നു, അവരെല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയി. അവരെന്നല്ല, നാമെന്നാ പറയുന്നത് കേട്ടോ. നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയി. ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. സ്വകേന്ദ്രീകൃത ജീവിതം, താന്താന്റെ വഴി. ഇതാണ് നമ്മുടെ തെറ്റ്. അതായത് നമ്മളെ ത്രിയേകമായി പ്രവർത്തിക്കാനാണ് ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷെ നാം സ്വയമായി കയറി അങ്ങ് പ്രവർത്തിക്കുക. സ്വയമായി കയറി പ്രവർത്തിച്ചാൽ ദൈവത്തിൽ നിന്ന് അറ്റുപോയി. ദൈവത്തിൽ നിന്ന് അറ്റുപോകുന്നതിന്റെ പേരാണ് മരണം. മരണം വെച്ചാൽ സെപ്പറേഷനാണ്. അങ്ങനെ അറ്റുപോകുന്നവർ മരിച്ചു പോകും. ഹല്ലേലൂയ. അറ്റുപോകുന്നവർ മരിച്ചു പോകും. കാരണം താൻ മാത്രം അമർത്യതയുള്ള ദൈവത്തിൽ നിന്നാണ് ജീവന്റെ സപ്ലൈ വരുന്നത്. ഇവൻ ക്രിസ്തുവിലേക്കും, ദൈവത്തിനായ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൽ ദൈവമക്കളായ നമ്മളിലേക്കും വരുന്നത് ഈ സ്വർഗീയ പിതാവിൽ നിന്നാണ്. ആ സ്വർഗീയ പിതാവിൽ നിന്ന് അറ്റുപോയി സ്വന്തമായിട്ട് പ്രവർത്തിക്കുക. അപ്പോ അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇതാണ് യേശയ്യാ 53:6 വളരെ വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. നമ്മുടെ റിസൾട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. 53:6 പറയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഇതാണ് നമ്മുടെ പ്രാഥമികമായ തെറ്റ്. ദൈവത്തിൽ നിന്ന് അറ്റ് നാം സ്വകേന്ദ്രീകരണം, നാം തന്നെ നമ്മുടെ തല. അതാണ് അതിന്റെ അർത്ഥം. നാം തന്നെ നമ്മുടെ തല. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതാണ് തെറ്റ്. ഇങ്ങനെ ജീവിക്കുന്ന എല്ലാവരും മരിച്ചു പോകും. ഇതാണ് വീണുപോയ മനുഷ്യര്. ഇതിനെയാണ് ബൈബിൾ പേരിട്ടിരിക്കുന്നത് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ മനുഷ്യൻ. ഇതാണ് എഫേസ്യ ലേഖനം 4:22 പറഞ്ഞിരിക്കുന്നത്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. പഴയത് പേരിട്ടത് പുതിയത് വന്നതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് എഫേസ്യ 4:22 ആ മനുഷ്യനെ കുറിച്ച് പറയണം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, അതിന്റെ കാരണം ഇത് രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. അതായത് രണ്ട് അസ്തിത്വങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്ന് മുമ്പിലത്തെ നടപ്പ്. എന്നാൽ വീട്ടിൽ ജനിച്ചപ്പോ ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ നമ്മൾ ഇനി ആ നടപ്പിലല്ല, പുതിയ അസ്തിത്വത്തിലാണ് നടക്കുന്നത്. ജീവന്റെ പുതുക്കമെന്ന് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അവനാണ് സ്വയകേന്ദ്രീകൃതമായ ജീവിതം. അവനാണ് മരിച്ചു പോകുന്നത്. അവനെ നമ്മൾ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കണം. പക്ഷെ ഞാൻ എങ്ങും കേട്ടിട്ടില്ല എന്റെ പൊന്ന സഹോദരങ്ങളെ ക്രിസ്തീയ ടീച്ചിങ്ങിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവർക്ക് അറിവില്ലാഞ്ഞിട്ടാ. അപ്പോ ഇനി അറിവില്ലാത്ത കാലങ്ങളെ വിടുക. ഇനിയിപ്പോ ദൈവം സത്യം അറിയിക്കുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാകും. പകരം നമ്മൾ ഈ ചതിമോഹങ്ങളോ വഷളായി പോയ മനുഷ്യനെ പണിതെടുക്കാൻ വേണ്ടി ന്യായപ്രമാണം ഉപയോഗിക്കുക. ന്യായപ്രമാണം എന്തിനാണെന്നറിയോ? ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കാനാ. ഒരു മനുഷ്യനെ പാപം ചെയ്യാൻ കഴിയാത്തവനാക്കി എടുക്കാനാ ന്യായപ്രമാണം. പാപം ചെയ്യുന്ന മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ. എന്നാൽ ആത്മാവിന്റെ പ്രമാണം ഇതിലൊന്നുമല്ല. ആത്മാവിന്റെ പ്രമാണം പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിച്ച ഒരു ദൈവപുത്രനെ
അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടാനാണ്. സ്വർഗത്തിലെ ദൈവം അവന്റെ ജഡത്തിലൂടെ, അവന്റെ ശരീരത്തിലൂടെ വെളിപ്പെടാനുള്ളതാണ്, ദൈവേഷ്ടം ചെയ്യുവാനുള്ളതാണ് ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിച്ചാൽ അയ്യോ പാപം ചെയ്യില്ല. ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിച്ചാൽ അവൻ പാപം ചെയ്യില്ല. കാരണം ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുമ്പോൾ അവൻ സ്വർഗത്തിലെ, അല്ലെങ്കിൽ അവൾ സ്വർഗത്തിലെ ദൈവത്തിനെ തന്റെ ശരീരത്തിലൂടെ, ജഡത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് പാപം? ദൈവം പറഞ്ഞതിന് വിപരീതമായി, ദൈവത്തിന്റെ ചിന്തകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് പാപം. അതാ ആത്മാവിന്റെ പ്രമാണത്തിൽ ദൈവം തന്നെയാണ് ഈ വ്യക്തിയിലൂടെ വെളിപ്പെടുത്തുന്നത്. അവിടെ പാപത്തിന്റെ വിഷയമേ ഉദിക്കുന്നില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. എന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ ധരിച്ചുകൊള്ളുവിൻ. അപ്പോ നമ്മുടെ പുതിയ വ്യക്തിത്വം, ആ സൃഷ്ടിപ്പ് ദൈവാനുരൂപമാണ്. നാം ദൈവവർഗമാണ്, ദൈവത്തിന്റെ ക്ലാസ്സാണ്, ദൈവത്തിന്റെ മക്കളാണ്. ആ വ്യക്തിത്വത്തെ ധരിക്കാനായി പറയണേ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം. രണ്ടുപേർക്കുമുള്ള, അതായത് ഫുഡ് വേറെ വേറെയാണ്. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. പഴയ മനുഷ്യനുള്ള ഫുഡ് വേറെ, പുതിയ മനുഷ്യനുള്ള ഫുഡ് വേറെ. പഴയ മനുഷ്യനാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും, പുതിയ മനുഷ്യനാണ് ആത്മാവിന്റെ പ്രമാണം. ഇതാണ് യേശു ക്രിസ്തു മാർക്കോസ് 2:22 പറഞ്ഞു, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ്, അതാണ് ദൈവരാജ്യത്തിന്റെ മൊഴികൾ, ഇത് കൊണ്ടുപോയി നിന്റെ പഴയ തിരുത്തി കൊണ്ട് വയ്ക്കരുത്. ഈ പഴയ മനുഷ്യനുള്ളതല്ല ഇതൊന്നും. വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, വീഞ്ഞും പോവും, ഒരു ഉപകാരമില്ലാതെ തീരും. ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ്, അതാണ് ദൈവരാജ്യത്തിന്റെ മൊഴികൾ, അത് പുതിയ സൃഷ്ടിയുടെ മനസ്സ്, ഹൃദയത്തിൽ വേണം കരുതാൻ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല നമുക്ക് രണ്ട് സൃഷ്ടിപ്പ് ഉണ്ടെന്നും, രണ്ട് അസ്തിത്വം ഉണ്ടെന്നും, അതിൽ ഒന്ന് വീണുപോയ മനുഷ്യന്റെ ആദത്തിന്റെ തലമാണെന്നും, മറ്റത് ദൈവത്തിന്റെ അസ്തിത്വമാണെന്നും, ക്രിസ്തുവിന്റെ അസ്തിത്വമാണെന്നും, ദൈവപുത്രന്മാരാണെന്നും നാം തിരിച്ചറിഞ്ഞില്ല. ഇന്നെങ്കിലും ഇത് തിരിച്ചറിയുക. എന്നിട്ട് ആ ക്രിസ്തുവിനെ പോലെ ആകാനാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നതെന്ന്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി സ്വർഗീയ കുടുംബത്തിൽ എത്തുക എന്നുള്ളതാണെന്നും, മാത്രമല്ല ക്രിസ്തുവിന്റെ സഹോദരന്മാരാകുന്നതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉറപ്പിക്കാൻ തക്കവണ്ണം സഹോദരന്മാർ തമ്മിൽ സ്വത്ത് പങ്കിടുന്നു, കൂട്ടവകാശമായി പങ്കിടുന്നത് പോലെ നാം സ്വർഗീയ പിതാവിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുന്നത് മുൻ നിയമിച്ചിരിക്കുന്നുവെന്നും വിശുദ്ധ ബൈബിൾ റോമ 8:29 പറയുമ്പോ നമുക്ക് ഇതിനകത്ത് സീലടിച്ചു തരികയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് അസ്തിത്വം മനസ്സിലാക്കുക. ഒന്നിനെ ഉപേക്ഷിക്കണം, അത് തീരുകയാണ്. മറ്റൊന്നിനെ ധരിക്കണം. ആദത്തിലുള്ളതിനെ ഉപേക്ഷിക്കണം, ജഡത്തിലുള്ളതിനെ ഉപേക്ഷിക്കണം. ഇനിയും ജഡത്തെ അനുസരിച്ച് ജീവിച്ച് നാം മരിക്കുന്ന നിശ്ചയം എന്ന റോമ 8:13 നമ്മളോട് വീണ്ടും ജനിച്ചവരോട് പറയുന്നത്. അപ്പൊ നാം അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ ഇവിടെ ഈ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ, രണ്ട് അസ്തിത്വങ്ങളുണ്ട്. അതിൽ ഒന്ന് മനുഷ്യനാണ്. അവിടെയാണ് വിവാഹം കഴിക്കലും വിവാഹത്തിന് കൊടുക്കലും ഒക്കെ ഉള്ളത്. ഇതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ അതിന്റെ 20:34 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ സദൂക്യര്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് പോയത്. അന്നേരം ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടി ഉറപ്പിച്ചു തരികയും ഇത് രണ്ട് അസ്തിത്വത്തിന്റെ കാര്യം. സദൂക്യര് വന്ന് യേശുവിനെ വാക്കിൽ പിടിക്കാൻ നോക്കുമ്പോ യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട്, ദൈവവചനത്തെയും ദൈവിക ശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. എന്നിട്ട് പറയാണ് ആ ചോദ്യത്തിന്റെ മറുപടിയായി, അതായത് പുനരുദ്ധാന ജീവിതത്തിൽ ഒരു സ്ത്രീ 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? അതായത് ഇവര് പറയുന്ന പുനരുദ്ധാനം ഇല്ലെന്നുള്ളതാണ്. അപ്പൊ അതിനെ തെളിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ യേശു പറയാണ്, ഇതാ നിങ്ങൾക്ക് ഇത് അറിയാൻ പാടാത്തതാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. പുനരുദ്ധാന ജീവിതത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. അത് മറ്റൊരു അസ്തിത്വത്തിന്റെ ജീവിതമാണ്. എന്നാൽ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം മനുഷ്യരെ പോലെ മരിക്കുന്ന ജീവിതത്തിലാണ് നിങ്ങൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മനുഷ്യന്റെ ആദത്തിന്റെ തലമുറയാണ്. എന്നാൽ നിങ്ങൾ ഉയർക്കപ്പെട്ട് ജയം പ്രാപിച്ച തലമുറ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ തലമുറയാണ്, ദൈവത്തിന്റെ വംശമാണ്, ദൈവ മക്കളാണ്. അവിടെ നിങ്ങൾ ആത്മരൂപികളാണ്, ദൈവദൂത തുല്യരാണ് നിങ്ങൾ. അവിടെ നിങ്ങളുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരെന്നാണ്. പക്ഷെ അവരെ പുതിയ മനുഷ്യർ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ആ ദൈവപുത്രന്മാർ ആയിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതും ഇല്ല. ഈ രണ്ട് അസ്തിത്വങ്ങളെ കുറിച്ച് ക്ലിയർ ചെയ്യാനാണ് ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ വ്യക്തതയോടെ ഒന്ന് തിരിച്ചറിയുക. ദൈവപുത്രന്മാർ ദൈവത്തെ വെളിപ്പെടും. അതാണ് അവരിലൂടെയുള്ള ഫലം.
ഇത് തിരിച്ചറിയണം. നിങ്ങൾ ഈ ലോകത്ത്, ഞാൻ മനസ്സിലാക്കിയ കാര്യം, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു, ഒരു 10 PhD എടുത്തു, നിങ്ങൾ എൻസൈക്ലോപീഡിയയായി, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അതെല്ലാം സെമിത്തേരി കൊണ്ട് തീരും. പക്ഷെ ഈ ഒരൊറ്റ കാര്യം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഫലമുള്ളവർ, അനുസരിക്കാൻ തയ്യാറുള്ളവരാണ് എങ്കിൽ ഫലമുള്ളവരായി ഇവിടെ നിന്ന് ജയം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരാം. ഇങ്ങനെയാണ് വെളിപ്പാട് 21:7 പറയുന്നത്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും, അവൻ എനിക്ക് മകനുമായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വളരെ ശ്രദ്ധിക്കുക. ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോ, അതല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രയോജനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, സെമിത്തേരി കൊണ്ട് തീരും. പക്ഷെ ഇത് ഒരെണ്ണം പഠിച്ചാൽ, യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഈ പ്രവർത്തന രീതി, ഇത് പഠിച്ച് നാം ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. അപ്പോ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അന്ന് പഠിച്ച ആ 3 ഭാഗം ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ഫലത്തിലേക്ക് വരാം. 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ത്രിയേക പ്രവർത്തനം കൊണ്ടുപോയി പിതാവിൽ ഫിറ്റ് ചെയ്തു. പിതാവ് ത്രിയേകമായി, പിതാവിൽ സ്വന്തമായി പ്രവർത്തിക്കുന്ന ആളാണ് പിതാവ്. പിതാവ് ക്രിസ്തുവിലുള്ള മക്കളിലൂടെയും പ്രവർത്തിക്കുമ്പോഴാണ് ത്രിയേകമാകുന്നത്. അല്ലാതെ പിതാവിന് പ്രവർത്തിക്കാൻ ത്രിയേകം വേണമെന്നൊന്നും നിർബന്ധമില്ല. ഏകമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് പിതാവ്. പിതാവ് ആരംഭിക്കുന്നത് തന്നിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ദൈവപുത്രന്മാർ ആരംഭിക്കുന്നത് തന്നിൽ നിന്ന് തന്നെയല്ല. വീണുപോയ മനുഷ്യനാണ് തന്നിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വ്യക്തമായി ഡിഫറൻസ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്തുവിലുള്ള ഒന്നാമത്തെ കാര്യം, സ്വർഗീയ പിതാവ് ത്രിയേകനല്ല, സ്വയമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് തന്റെ ആത്മാവിലൂടെ. എന്നാൽ 2, ക്രിസ്തു ത്രിയേകമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. 3, ക്രിസ്ത്യാനിരൂപന്മാരായി വിളിച്ചിരിക്കുന്ന നമ്മളും അതേ ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി ഏറ്റെടുത്താൽ നമുക്കും ജയം പ്രാപിക്കാം. അതുകൊണ്ട് സ്വയകേന്ദ്രീകൃതമായ നമ്മുടെ ജീവിതം വിട്ടിട്ട് ക്രിസ്തു ഉപയോഗിച്ചതുപോലെ ദൈവ കേന്ദ്രീകൃതമായ, സ്വർഗസ്ഥ പിതാവ് കേന്ദ്രീകൃതമായ ജീവിതം കൊണ്ടുവരാം. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു പറഞ്ഞത്, എനിക്ക് സ്വയമേ ഒന്നും. അതിന് പുറകെ യേശു ഇങ്ങനെ കൊണ്ട് ഇട്ടു, ആമേൻ ആമേൻ. അത് പറയണമല്ലോ, ഉറപ്പിച്ച് തറപ്പിച്ച്, ഡബിൾ സൈനാണ്, ഡബിൾ സിഗ്നേച്ചർ ആണ് ഇട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ, പിതാവ് പറയുന്നതല്ലാതെ എനിക്ക് ഒന്ന് ചെയ്യുവാനോ പറയുവാനോ കഴിയുകയില്ല. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തന രീതി. ഇതാണ്. അപ്പൊ യേശു എങ്ങനെ പ്രവർത്തിക്കുന്നത്? പിതാവിൽ നിന്ന് പ്രവർത്തിക്കുന്നു. എങ്ങനെ? സ്വർഗത്തിലെ പിതാവ് തന്നിലൂടെ പ്രവർത്തിക്കുക. എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവിനാൽ. സ്വർഗീയ പിതാവ് സ്വർഗം വിട്ട് ഇങ്ങോട്ടേക്കൊന്നും പോരുന്നില്ല. പകരം തന്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൽ വസിക്കുന്നു, ആത്മാവിലൂടെ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ആ ഹെവൻലി കമ്മ്യൂണിക്കേഷൻ. അതാണ് സ്പിരിറ്റ് നെറ്റ് എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഇപ്പൊ കാണുന്ന വേൾഡ് വൈഡ് വെബൊക്കെ ഇല്ലേ, അത് ഇതിന്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പാ. ഇത് പുറത്താ. സ്പിരിറ്റ് നെറ്റ് നമ്മുടെ അകത്താ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് പുറകെ വരാം. കാരണം ഈ ലോകത്തിലെ വേൾഡ് വൈഡ് വെബ് ഇത് വളർന്ന് യഥാർത്ഥ ദൈവമക്കൾ ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോ നമ്മുടെ രക്ഷപ്പെടണമെങ്കിൽ അകത്ത് നമ്മുടെ സ്പിരിറ്റ് നെറ്റിലേക്ക് വരണം. ദൈവത്തിന്റെ നെറ്റിലേക്ക് വന്നാൽ നമുക്ക് അവിടെ ജയം പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയുക ഈ സ്റ്റെപ്പ്. അപ്പൊ യേശുവിനുണ്ടായ അതേ പ്രവർത്തനമാണ് നമ്മുടേത്. കാരണം ക്രിസ്തുവിന് അനുരൂപമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഈ സന്ദേശം ജനത്തിന് ഫലം ഉളവാക്കുന്നതായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സന്ദേശം നിങ്ങൾ മറ്റു പലരിലേക്കും ഇത് അയക്കുവാനായിട്ട് ഇടയാണ്. ഇത് ജനത്തിന് ഫലം ഉണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയ. അത് മറ്റു പലരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. വെൽക്കം സിസ്റ്റർ. പ്രൈസ് ഗോഡ്. ഇടയ്ക്കിടയ്ക്ക് തക്ക തുണ ഒക്കെ ഒരാശ്വാസം കൊടുക്കുന്നത് നല്ലതാണ്. ദൈവം തുണയ്ക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം? ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതി, അത്യുന്നതനായ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതി എടുത്തിട്ടാണ് വീണുപോയ മനുഷ്യർ പ്രവർത്തിക്കുന്നത്. അത് നാം എടുക്കരുത്. ദൈവപുത്രനായ ക്രിസ്തു പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതി നമ്മൾ എടുക്കേണ്ടത്.
അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന രീതി തമ്മിലുള്ള വ്യത്യാസം എന്താ? അത്യുന്നതനായ ദൈവം സകലതും ഏകമായി ചെയ്യാൻ പറ്റുന്ന ദൈവമാണ്, എല്ലാം ഏകമായി ചെയ്യുന്നതുള്ളൂ. എന്നാൽ ക്രിസ്തു സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം പിതാവിൽ നിന്ന് ആരംഭിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ വീണുപോയ ആദത്തിലുള്ള മക്കൾ ഇപ്പൊ എന്താ ചെയ്യണേ? അവരെല്ലാം സ്വയമേ ചെയ്യാൻ നോക്കുകയാണ്. അതാ ഏഷ്യ 51:6 പറഞ്ഞേ, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയി, നാം എല്ലാവരും താന്താന്റെ വഴി തിരിഞ്ഞു. അതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ വഴി, അതാണ് പിശാച് നമ്മുടെ മേൽ നിക്ഷിപ്തമാക്കിയത്. അവൻ ആ വഴിക്ക് തിരിഞ്ഞ് നമ്മളെയും തെറ്റിച്ചതാണ്. പിശാച് നമ്മളെ തെറ്റിച്ചതാണ്, സ്വയത്തിലേക്ക് തള്ളിക്കളഞ്ഞതാണ്. അപ്പോ ആ സ്വർഗീയ പിതാവ് ചെയ്യുന്ന പ്രവൃത്തി നാം ചെയ്യാൻ പോയത് കൊണ്ടാണ് നമുക്ക് അതേ രീതിയിലേക്ക് ദൈവത്തെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞില്ലേ പിശാച് വന്നിട്ട്. തിന്നാൻ നിങ്ങൾ ആരെ പോലെ ആവും? ദൈവത്തെ പോലെ ആകും. അപ്പോ ആ ദൈവത്തെ പോലെ ആയപ്പോ നമ്മൾ സ്വയത്തിൽ പ്രവർത്തിക്കുന്നവരായി തീർന്നു. ഹല്ലേലൂയ, സ്വയത്തിൽ പ്രവർത്തിക്കുന്നവരായി തീർന്നു. അങ്ങനെ ആകരുത്, ദൈവത്തിനായ ക്രിസ്തുവെ പോലെ പ്രവർത്തിക്കുന്നവരായി തീർന്നു. അതിനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. റോമ 8:29. ഹല്ലേലൂയ. അപ്പോ ദൈവം പ്രവർത്തിക്കുന്നത് സ്വയമായിട്ടാണ്. ഇതാണ് നമ്മള്, അതായത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത് സ്വയമായിട്ടാണ്. നമുക്ക് അത് ഒന്നും കൂടി ഉറപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ജെറമിയ 32:27 നാം നേരത്തെ കണ്ടു. ദൈവത്തിന്റെ വചനം പറയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇതാണ് ദൈവം പ്രവർത്തിക്കുന്ന രീതി. എല്ലാം സ്വയം പ്രവർത്തിക്കും, കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ ദൈവത്തിനായ ക്രിസ്തു യോഹന്നാൻ 5:19 പറയാണ്, ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, എന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കണ്ടോ, രണ്ട് പ്രവർത്തന വ്യത്യാസം കണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ ഏതിലാ പ്രവർത്തിക്കണേ? പിതാവ് പ്രവർത്തിക്കുന്ന പോലെയാണോ അതോ പുത്രൻ പ്രവർത്തിക്കുന്ന പോലെയാണോ? ഏഷ്യ 51:6 പറയുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നത് പിതാവ് പ്രവർത്തിക്കുന്ന പോലെ സ്വയത്തിലാ പ്രവർത്തിക്കണേ. സ്വയം പ്രവർത്തിക്കണേ. നമ്മൾ അതിന് വിളിച്ചിട്ടില്ല. പിശാച് നമ്മൾ അങ്ങനെ ആക്കി കളഞ്ഞതാ. തിന്നാ നിങ്ങൾ ദൈവത്തെ പോലെ ആവുമെന്നും പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ തിരിച്ചറിയണം, റോമ 8:29 നമ്മളെ വിളിച്ചത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവെ പോലെ ആകാനല്ല. അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ, ആദ്യം ജനിച്ചവനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചു. ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി എന്താ? എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് എന്ത് തുടങ്ങുന്നുവോ, എന്ത് കാണിക്കുന്നുവോ, എന്ത് പറയുന്നുവോ അത് ഞാൻ എന്റെ ജഡത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഇതല്ലേ ശരി? അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന പുത്രനെ പോലെ ആകാനാ. അപ്പൊ നമ്മളിന്ന് ഉപയോഗിക്കുന്ന രീതി പിതാവിന്റെ രീതിയാണ്. അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് തള്ളി തന്നത് പിശാചാണ്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്, ആദ്യം തന്നെ നീ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ദൈവം പ്രവർത്തിക്കുന്ന രീതി നിങ്ങളുടെ അകത്തേക്ക് പിശാച് ഇൻസർട്ട് ചെയ്ത് തന്നില്ലേ, അത് ആദ്യം ഉപേക്ഷിച്ചോളണം, എന്നിട്ട് എന്നെ പിന്തുടരാൻ പറ്റൂ. ഇതാണ് യേശു പറഞ്ഞത്. അയ്യോ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ബൈബിൾ ഞങ്ങൾ കേട്ടിട്ടും വായിച്ചിട്ടും ഇല്ലല്ലോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം തന്നെ തന്നെത്താൻ ത്യജിക്കണം. അതിന്റെ പേരാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. സ്വയത്തെ ത്യജിക്കണമെന്ന്. സ്വന്തം തലയായി താന്റെ വഴിക്ക് ജീവിക്കുന്ന പരിപാടി നിർത്തണം. ദൈവം തന്റെ വഴിയിലെ ജീവിക്കത്തുള്ളൂ. ദൈവം നമ്മളാര്, ദൈവത്തിനായ ക്രിസ്തു പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലും കേൾക്കൊന്നുമില്ല. ദൈവത്തിന് തന്റെ ഇഷ്ടമുണ്ട്, അത് നിവർത്തിക്കും. അത് ആര് വന്നിട്ടും കാര്യമില്ല. ഇതാണ് ജെറമിയ 1:12 പറയുന്നത്, ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ നിവർത്തിക്കും, എന്റെ വചനങ്ങൾ നിവർത്തിക്കും. ഹല്ലേലൂയ. 46:10 കുറേ കൂടി പ്രിസൈസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. 46:10 ഇങ്ങനെ നമ്മൾ ആരും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ യേശുക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഇത് പറയാൻ പ്രാപ്തിയുള്ളത്, നടത്താൻ പ്രാപ്തിയുള്ളത് ഒരേ ആള് മാത്രമേ ഉള്ളൂ, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. താൻ മാത്രം അമർത്യതയുള്ളത്. ദൈവത്തിനായ ക്രിസ്തുവിനോ ക്രിസ്തുവിനോട് ജനിച്ച നമുക്കോ ഇത് പറ്റില്ല. ഇത് പറ്റുന്ന നമ്മൾ സ്വർഗരാജ്യത്ത് പുറത്താണ്. ഹല്ലേലൂയ.
അപ്പോ എല്ലാം ചെയ്യുന്നത് തലയാണ്. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവാണ് സകലതും ചെയ്യുന്നത്. സകലതും ചെയ്യുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആണ്. നമ്മളും കൂടെ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ നമ്മളിലൂടെയും ദൈവം ഭൂമിയിലേക്ക് വെളിപ്പെടും. ഇത് നാം തിരിച്ചറിയാം. അപ്പോ ഇനി നമ്മളിലൂടെ ത്രിയേക ഫംഗ്ഷൻ, അതായത് ക്രിസ്തുവിൽ പ്രവർത്തിച്ച ആ ത്രിയേക ഫംഗ്ഷൻ നമ്മളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമ്മളിലൂടെയും ദൈവം ലോകത്തിൽ വെളിപ്പെടും. എങ്ങനെ? ക്രിസ്തുവിലേക്ക് നാം വരുമ്പോൾ. അല്ലെങ്കിൽ ആദത്തിൽ നടക്കില്ല, ക്രിസ്തുവിലേക്ക് വരും. ഇത് നാം തിരിച്ചറിയണം. അങ്ങനെ ദൈവം ലോകത്തിൽ വെളിപ്പെടുന്നതിന്റെ പേരാണ് എന്താണെന്ന് പറഞ്ഞേ? ഇമ്മാനുവേൽ. ദൈവം ജഡമണ്ഡലത്തിൽ വെളിപ്പെടുകയാണ്, ജഡത്തിൽ വെളിപ്പെടുകയാണ്. ഇതാണ് മത്തായി 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ ജോസഫിനോട് പറയുന്നത്. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പൊ ദൈവം ജഡമണ്ഡലത്തിലെത്തി. എങ്ങനെ? ജഡത്തിലൂടെ ദൈവം വെളിപ്പെടുകയാണ്. ഇത് ഏത് ഫംഗ്ഷനാ? ഇതിന്റെ ടെക്നോളജി. ഇത് ടെക്നോളജി ലോ ഓഫ് ഫ്രിക്ഷൻ അല്ല, ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ അല്ല, ബെർണൂലിയസ് ലോ അല്ല. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ഇത് ആത്മമണ്ഡലത്തിലെ ലോയാണ്. ഭൗതിക മണ്ഡലത്തിലെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതല്ല, ദൈവം സെറ്റ് ചെയ്തതാണ്. ഹല്ലേലൂയ. ആ ആത്മാവിന്റെ നിയമത്തെയാണ്, അതിലാണ് ത്രിയേക പ്രവർത്തനം വരുന്നത്. സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിലൂടെ തന്റെ പുത്രനിൽ വസിക്കുകയും തന്റെ ആത്മാവിലൂടെ ആ ദൈവം പുത്രന്റെ ജഡത്തിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നത്. സ്വർഗത്തിലെ ആത്മാവാകുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെടുക. ഇത് യേശുവിൽ വെളിപ്പെട്ടു. ഇത് നമ്മളിൽ നടക്കണം. അപ്പൊ യേശുവിൽ വെളിപ്പെട്ട ഈ സംഭവം ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആക്കണം. കാരണം ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ കിടക്കാം. അതായത് സ്വർഗസ്ഥനായ പിതാവ് ഒരിക്കലും, ആളുകൾ പലരും ചിന്തിക്കുന്നത്, ഞാനും പണ്ട് ചിന്തിച്ചിരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ, കാരണം പഠിച്ചത് ഈ അറിവില്ലായ്മയാണല്ലോ പഠിച്ച് കയറ്റിയത്. അത്യുന്നതനായ ദൈവം ഒരിക്കലും ഭൂമിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഭൂമിയിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. പിന്നെ ആരാ ഭൂമിയിലേക്ക് വന്നേ? ദൈവത്തിന്റെ പുത്രനായ വചനം എന്ന് മറുപേരുള്ള ക്രിസ്തുവാണ് വചനം മാംസമായി ജഡമായി ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. സ്വർഗസ്ഥന്റെ പിതാവ് ഇപ്പോഴും സ്വർഗത്തിൽ തന്നെയുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴും സ്വർഗത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ ചോദിക്കുക, അതുകൊണ്ട് എന്താ തെളിവെന്ന്? എന്താ തെളിവെന്നല്ലേ? ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ? അപ്പോ യേശുക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണോ പഠിപ്പിച്ചത്? അതോ നിങ്ങളോട് കൂടെ നിൽക്കുന്ന പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണോ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വചനം എന്ന് പേരുള്ള ആ ക്രിസ്തു ജഡമായി ഭൂമിയിൽ വന്ന ആ വ്യക്തിത്വം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ അപ്പോഴും ഇപ്പോഴും എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ ആ സ്വർഗസ്ഥനായ പിതാവ് ദൈവത്തിനായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ ഈ ഭൂമിയിൽ ജഡമണ്ഡലത്തിലേക്ക് വെളിപ്പെട്ടു. ദൈവത്തിന് ക്രിസ്തു ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഒരു വഴിയായിരുന്നു. എങ്ങനെ? ത്രിയേക പ്രവർത്തനത്തിലൂടെ. ദൈവം തന്റെ ആത്മാവിൽ തന്റെ പുത്രനിൽ വസിച്ചു. ഇതാണ് ദൈവത്തിന്റെ വചനം. യേശു പറയുന്നില്ലേ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പ, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചു. ആ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇനി ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തു പറയാണ്, ഞാൻ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്നത് സ്പഷ്ടം. അപ്പോ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്, സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന് യേശു യോഹന്നാൻ 14:10 എന്നെ കാണുന്നത് പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞു ദൈവം എന്നിലൂടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ 7-ാം വാക്യവും 8-ാം വാക്യമൊക്കെ അത് പറഞ്ഞു. 10-ാം വാക്യത്തിൽ യേശു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ യേശുവിടെ വെളിപ്പെടുന്നത് ആരാ? പിതാവാ.
പക്ഷെ സ്വർഗം വെട്ടിക്കൊണ്ട് പോകുന്നു ഇല്ല. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിലൂടെ യേശുവിൽ വസിക്കുന്നു. യേശുവിലൂടെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു, മിനിസ്ട്രി നടത്തുന്നു. യേശു പറയുന്നു, ഞാൻ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:1 പറയുന്നു, ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്ദേശം തരും. എല്ലാം ദൈവാത്മാവിനാലാണ്. ഇനി യേശു മരിച്ചത് എങ്ങനെയാണ്? എബ്രായ ലേഖനം പറയുന്നു, നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം. അപ്പൊ യേശു മരിച്ചത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ. യേശു പ്രസംഗിച്ചത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ. യേശു ഭൂതങ്ങളെ പുറത്താക്കിയത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ. ദൈവം തന്റെ ആത്മാവിൽ തന്റെ പുത്രനെ പ്രവർത്തിക്കുന്നു. ഇതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു ദൈവപുത്രനിൽ. അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേര് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. ഹല്ലേലൂയ. ആ ലോ ഓഫ് ദ സ്പിരിറ്റ് ഒരു ത്രിയേക പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സ്വർഗസ്ഥ പിതാവിലല്ല, സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രന്മാരുടെ പ്രവർത്തനമാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. സ്വർഗസ്ഥ പിതാവിനല്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മളിലൊക്കെ പ്രവർത്തിക്കുക സ്വർഗസ്ഥ പിതാവ് ഏകമായിട്ടാണ്. യേശുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവരികയാണ്. യേശു പറയുന്നു, എന്റെ പിതാവിനെ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്ക വരുവാൻ കഴിയുകയില്ല. അതിൽ യേശുവിന് പങ്കില്ല. പിതാവാണ് ആകർഷിക്കുന്നത്. പിതാവ് ആകർഷിച്ച് യേശുവിന്റെ അടുക്കൽ എത്തിക്കഴിയുമ്പോഴാണ് യേശുവിന് പങ്ക് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിതാവ് പഠിപ്പിക്കുന്നു. പിതാവ് പഠിപ്പിക്കുന്നതിന് യേശുവിന് പങ്കില്ല. യേശുവിന്റെ അടുക്കൽ ആ പഠിപ്പിച്ചവർ എത്തുമ്പോഴാണ് യേശുവിന് പങ്ക്. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തില് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പൊ പലതും പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഞാനാ നിന്നെ പഠിപ്പിച്ചതെന്നല്ല, അത് നിന്നെ പഠിപ്പിച്ചത് ജഡരക്തങ്ങളൊന്നുമല്ല, ഒരു കയ്യഫാവിന്റെ ബൈബിൾ ക്ലാസ് അല്ല പഠിപ്പിച്ചേ. അത് നിന്നെ പഠിപ്പിച്ചത് എന്റെ സ്വർഗസ്ഥ പിതാവാണ്. അപ്പൊ സ്വർഗസ്ഥ പിതാവ് നേരിട്ട് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ വചനം പറയുന്നത്, എന്റെ പിതാവിനെ ഉപദേശിക്കപ്പെട്ടവരൊക്കെ എന്റെ അടുക്കൽ വരും. അപ്പൊ യേശുവിന്റെ അടുക്കൽ വരുന്നതല്ല, ആദ്യം പിതാവിനെ ഉപദേശിക്കപ്പെട്ടോ എഴുതുന്നതാണ്. അപ്പൊ അതൊക്കെ പിതാവ് ഏകമായിട്ട് ചെയ്യുന്നത്. അതിനൊന്നും ക്രിസ്തുവിന്റെ ആവശ്യമില്ല. പക്ഷെ ക്രിസ്തുവിലൂടെ ദൈവപുത്രനിലൂടെ പിതാവ് പ്രവർത്തിക്കുന്നു. അത് പിതാവിന് ഇഷ്ടമാണ്. നമ്മളിലൂടെയും പ്രവർത്തിക്കാൻ പിതാവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നാളിൽ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളല്ല. ദൈവമാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്. ആദത്തിലാണ് നാം സ്വയത്തിൽ പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മുടെ ത്രിയേക പ്രവർത്തനം വരുമ്പോൾ സ്വർഗീയ പിതാവ് നമ്മളോട് പ്രവർത്തിക്കുന്നു. ആ അസ്തിത്വത്തിന് മരണമില്ല. അതുകൊണ്ടാണ് ആ അസ്തിത്വമാണ് ദൈവത്തിന്റെ മക്കൾ. ഇതുകൊണ്ടാണ് റോമ 8:14 ഇങ്ങനെ പറയുന്നു. സിസ്റ്ററെ വചനം വായിക്കാൻ പറയാത്തത്, വചനം വായിക്കുമ്പോ എക്കോ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇതാ ദൈവത്തിന്റെ മക്കളുടെ നമ്മുടെ പുതിയ അസ്തിത്വമില്ലേ, അവിടെ പറയാണ് റോമ 8:14, ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സ്വയത്തെ നടത്തപ്പെടുന്നവരല്ല. അപ്പൊ ദൈവാത്മാവ് നടത്തപ്പെടുമ്പോ എന്ത് സംഭവിക്കുന്നു? ആ ദൈവാത്മാവ് നടത്തുന്ന വെച്ചാൽ ദൈവാത്മാവ് സ്വയം സംസാരിക്കത്തില്ല. പിതാവിന്റെ ഉള്ളിൽ, ദൈവത്തിന്റെ ഉള്ളിലുള്ള ചിന്തകളാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അതിൽ നടത്തപ്പെടുക എന്ന് വെച്ചാൽ ത്രിയേക പ്രവർത്തനമാണ്. ഏതാണ്ട് ഞാൻ ഇവിടെ ഒരു കയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ കയറിനെ ഞാനിപ്പോ ഉപമിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവായിട്ട്. ഈ ദൈവത്തിന്റെ ആത്മാവില് രണ്ടറ്റമുണ്ട്. ഒരറ്റം എന്റെ ഈ ഇടത് കൈ നീ പിടിച്ചു, ഇത് ദൈവമായിട്ട് കൂട്ടിക്കോ. മറ്റേ അറ്റം നിങ്ങൾ കൂട്ടിക്കോ, ദൈവപുത്രനായ ക്രിസ്തുവായിട്ട് കൂട്ടിക്കോ. അപ്പോ സപ്ലൈ തുടങ്ങുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിനുള്ളത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആർക്ക് കിട്ടും? ദൈവാത്മാവിന് കിട്ടും. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞ, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. കണ്ടോ? ആ ദൈവാത്മാവ് എന്ത് ചെയ്യും? ദൈവത്തിലുള്ളത് ദൈവപുത്രന്മാർക്ക് കൊടുക്കും. കണ്ടോ? മറ്റേറ്റം കണ്ടോ? ദൈവപുത്രന്മാർക്ക്, വലത് കൈ ദൈവപുത്രന്മാരെ കൂട്ട്, ദൈവപുത്രന്മാർക്ക് കൊടുക്കും. അപ്പൊ ദൈവത്തിലുള്ളത് ഇടത് കൈ ഉള്ളത് വലത് കൈയിലെത്തി. എങ്ങനെ? ആരിലൂടെയാ? പരിശുദ്ധാത്മാവിലൂടെ അല്ലെ, കയറിലൂടെ അല്ലെ. അപ്പോ ഇതാണ് ത്രിയേക പ്രവർത്തനം. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഇതിന് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. കിട്ടിയ എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഈ ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ത്രിയേക ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കിട്ടിയ അപ്പോ ദൈവം തന്റെ ആത്മാവിലൂടെ തന്റെ ചിന്തകൾ തന്റെ മക്കൾക്ക് കൊടുക്കുന്നു.
ഇങ്ങനെ ദൈവം തന്റെ ആത്മാവിലൂടെ മക്കളോട് അരുളി ചെയ്യുന്നവരെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യഹൂദന്മാർക്ക് തർക്കിക്കുന്നില്ലേ? യോഹന്നാൻ 10 യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോ നീ നിന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കിയതൊക്കെ തർക്കിക്കുന്നില്ലേ? അപ്പൊ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലേ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നവരെയൊക്കെ ദൈവങ്ങളെന്ന് വിളിക്കുന്നു എന്ന്? ഹലോ, കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നവരെയൊക്കെ ദൈവങ്ങളെന്ന് വിളിക്കുന്നുവെന്ന്. അപ്പൊ ദൈവം അരുളപ്പാട് കൊടുക്കുന്നത് എന്തിലൂടെയാണ്? ദൈവം കണ്ടോ, ഈ കയറ്, ഇതാണ് പരിശുദ്ധ. ഇതിലൂടെയാണ് അരുളപ്പാട് കൊടുക്കുന്നത്. ആർക്ക്? ദൈവപുത്രന്മാർക്ക്. അവരെയാണ് ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. അവരെയാണ് അത്യുന്നതന്റെ പുത്രന്മാരെന്ന് വിളിക്കുന്നത്. ഇതാണ് റോമ 8:14 ഒന്നുകൂടി ഉറപ്പിക്കുന്നത്. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. മനസ്സിലായ മക്കളെ? അത് നമ്മുടെ പുതിയ അസ്തിത്വമാണ്, ഫോം ഓഫ് ലൈഫാണ്. അവിടെ നാം ദൈവത്തിന്റെ വർഗമാണ്, ക്രിസ്തുവിന്റെ ജനറേഷനാണ്. അവിടെ നമുക്ക് മരണമില്ല. പിടുത്തം കിട്ടി, ഇത് മറന്നു പോകരുത്. അപ്പോ ഇത് നോക്കിയേ, നമുക്ക് അത് ഭാഗം ഒന്ന് വായിച്ചിട്ട് പോകാം അല്ലെ? യോഹന്നാൻ 10-ാം അധ്യായത്തില് യേശുക്രിസ്തു സങ്കീർത്തനം 82 റീകോട്ട് ചെയ്യുന്നുണ്ട് യഹൂദന്മാരോട് തർക്കിക്കുമ്പോൾ. അപ്പോ യേശുക്രിസ്തു പറയുകയാണ് അതിന്റെ 34-ാം വാക്യത്തിൽ, വീട്ടിൽ നിന്ന് മുഴുവൻ വായിച്ചു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, ദേവന്മാർ എന്നല്ല, ദൈവങ്ങൾ, എലോഹീം കേട്ടോ. ഇംഗ്ലീഷിൽ നമുക്ക് കാണാം ഗോഡ്സ് എന്ന് കാണാം. നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന്, ഞാൻ എന്ന് വെച്ചാൽ ക്രിസ്തു അല്ല, അത്യുന്നതനായ സ്വർഗ്ഗസ്ഥ പിതാവ് എന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? സങ്കീർത്തനം 82 എഴുതിയിട്ടില്ലെന്ന് യേശു ചോദിക്കണേ. എന്നിട്ട് പറയാണ്, അത് എങ്ങനെയുള്ളവരെ എങ്ങനെ വിളിക്കുന്നത്? യേശു കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ആണ്ടോ, അതാണ് ഈ ടെക്നോളജി. ദൈവം, ഈ കയറ് കാണിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഈ ആത്മാവിലൂടെയാണ് ദൈവപുത്രന്മാർക്ക് അരുളപ്പാട് കൊടുക്കുന്നത്. അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദൈവങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ? ഇതാ യേശു ചോദിക്കുന്നത്. ബൈബിളിലെ വചനത്തിന് മാറ്റം വരാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോ എന്താ സംഭവം? ഈ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എപ്പോഴൊക്കെയാണ് അത് ദൈവം തന്റെ ആത്മാവിലേക്ക് ഫീഡ് ചെയ്യുന്നത്, അപ്പോൾ കിട്ടും. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവ സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മശരീരമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ എളുപ്പമാണ്. അതായത് ഇപ്പൊ എന്റെ തല എന്ത് ചിന്തിക്കുന്നു, എന്റെ തല ചിന്തിക്കുന്നു, അത് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ എന്റെ ശരീരമല്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് അതെന്റെ ശരീരത്തിന് കിട്ടും. ഇതേപോലെയാണ് ദൈവത്തിന്റെ ആത്മാവിന് കിട്ടുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ശരീരം, സ്പിരിറ്റ് ബോഡി. നോക്കിയേ, ഇപ്പൊ എന്റെ തല എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കൊന്ന് പറയാമോ? പക്ഷെ ഉടനെ തന്നെ എന്റെ വലത് കൈക്ക് അത് കിട്ടി. ഞാൻ ചെയ്യണതാണോ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല, പക്ഷെ എന്റെ ശരീരത്തിന് കിട്ടുന്നുണ്ടത്. ഇതേപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിന്റെ ആത്മാവിന് കിട്ടും. ഹല്ലേലൂയ. ഈ ആത്മാവാണ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞിട്ട് നമുക്ക് കൊണ്ട് തരുന്നേ. പിടുത്തം കിട്ടിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് റോമലേഖനം വളരെ വ്യക്തതയോടെ First Corinthians chapter 2 അതിന്റെ 11-ാം വാക്യം പറയാണ്, മനുഷ്യനിലുള്ളത് മനുഷ്യനിലെ ആത്മാവല്ലതെ മനുഷ്യരിൽ ആരറിയും? ആവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. കണ്ടോ? ഇതാ ഈ കൈ നമ്മൾ ദൈവം എന്ന് ഉപമിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ആരംഭിക്കുന്നത് ഈ കയറ് താരംഭിച്ചത് ആ കൈയുടെ ഉള്ളിൽ നിന്നാണ്, ദൈവത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ഇതുപോലെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ വേറെ ആരറിയും? അപ്പൊ ഈ ആത്മാവിലൂടെയാണ് ദൈവം തന്റെ മക്കൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവരെയാണ് ദൈവങ്ങൾ എന്ന് വിളിക്കുന്നതെന്നാണ് യേശു പറയുന്നത്. ആർക്കെങ്കിലും തടയാൻ പറ്റൂ? ഹല്ലേലൂയ. യേശു പറയുന്നേ. അപ്പോ ഇത് ആ ഇൻസ്ട്രക്ഷൻ ഇതാണ് ത്രിയേക പ്രവർത്തനം വ്യക്തതയോടെ തിരിച്ചറിയുക. അതാണ് അതിന്റെ 9-ഉം 10-ഉം വെളി കർത്താവിന്റെ വചനം പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ
ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ഇത് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്റെ തല ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചേ. ഇതുപോലെ ദൈവം ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം, അടുത്ത വാക്യം 10-ാം വാക്യം, നമുക്കോ, ആരാണ് ഈ നമ്മൾ? എലോഹിം കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, ഈ ആത്മാവിനാൽ നമുക്ക്, ഈ വലത് കൈ കണ്ടോ, ഈ വലത് കൈ ആരാണ്? ദൈവമക്കൾ അല്ലെ. ഇടത് കൈ ആരാണ്? ദൈവം. ഈ കയറാരാണ്? ദൈവത്തിന്റെ ആത്മാവ്. നമുക്കോ ദൈവം കേട്ടോ ഈ തന്റെ ആത്മാവിനാൽ ഇതൊക്കെ വെളിപ്പെടുത്തി തരും. പിടുത്തം കിട്ടിയോ? അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ചിന്തകൾ ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ മക്കൾക്ക് കൊടുക്കുന്നു. ഇതിന്റെ പേരാണ് ത്രിയേക പ്രവർത്തനം. ആ മക്കൾ അത് പ്രവർത്തിക്കുമ്പോൾ ത്രിയേക പ്രവർത്തനമായി. പിടുത്തം കിട്ടിയ? ഇതിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ്, ഈ പ്രവർത്തനത്തിൽ ഇട്ടിരിക്കുന്ന പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. ഇന്ന് സഭ ഓരോ ദൈവമക്കളും പ്രവർത്തിക്കേണ്ടത് ഇതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വളരെ വിരളമേ ഉള്ളൂ. ഇതും പറഞ്ഞ് ആരെങ്കിലും സഭയുടെ ഉള്ളിലേക്ക് വന്നാൽ ഉടനെ ദുരുപദേശം എന്ന് പറഞ്ഞ് അവനെ ആടിച്ചു ഓടിക്കും. ഹല്ലേലൂയ. പിശാചോ അവന്റെ ആളുകൾ വളരെ മിടുക്കായിട്ട് സ്വന്തം സ്വകേന്ദ്രീകൃത പ്രവർത്തനത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്റെ സഭ, ഞങ്ങളുടെ ആള്, ഇതൊക്കെ വീണതാ എല്ലാ സഭത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം ഇന്ത്യയിൽ പാകിസ്ഥാൻ കൊടി പൊക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞതൊക്കെ. ദൈവരാജ്യത്തിൽ ഒരു സ്വന്തം രാജ്യങ്ങളും ഇല്ല. ദൈവരാജ്യത്തിൽ ഒറ്റ രാജ്യമേ ഉള്ളൂ, ദൈവത്തിന്റെ രാജ്യം മാത്രം. ദൈവമാണ് എല്ലാം സ്വയമായിട്ട് ചെയ്യുന്ന തല. ക്രിസ്തുവിലുള്ളവർ ഒന്നും സ്വയമായിട്ട് ചെയ്യുന്നില്ല, എല്ലാം പിതാവിൽ നിന്ന് ആരംഭിച്ചേ ചെയ്യുവാൻ കഴിയുള്ളൂ. കഴിഞ്ഞ നാൾ നമുക്കിത് അറിയത്തില്ലായിരുന്നു. പിശാച് ഇത് മറച്ചിരുന്നു. എന്നാൽ അന്ത്യനാളുകളിൽ മത്തായി 24:14 പറയുന്ന പോലെ രാജ്യത്തിന്റെ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെ അതിർത്തികൾ വെളിപ്പെടുമ്പോ ഇതാ ആ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ ദൈവമക്കളുടെ പ്രവർത്തന രീതിയും വെളിപ്പെടുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഈ ലോകരാജ്യത്തിൽ, പ്രിയ സഹോദരങ്ങളെ, ലോകരാജ്യത്തിൽ ഉള്ളത് വീണുപോയ മനുഷ്യരാണ്. മനുഷ്യരെ സൂക്ഷിക്കാനാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തത്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോ അവിടെ ദൈവപുത്രന്മാരാണ്. ദൈവപുത്രന്മാർ ദൈവത്തെ തങ്ങളുടെ ജഡത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളപ്പോൾ ജഡത്തിലൂടെ, അല്ലെങ്കിൽ ആത്മശരീരത്തിലൂടെ അവർ വെളിപ്പെടുത്തും. അതാണ് ദൈവപുത്രന്മാർ. അപ്പൊ ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയോ ദൈവപുത്രനാകാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നവരാണ്. ആ മനുഷ്യന്റെ ആ ഫസ്റ്റ് ക്രിയേഷനിൽ നിന്ന്, വീണുപോയ പഴയ മനുഷ്യരിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക്, പുതിയ മനുഷ്യനിലേക്ക്, ദൈവപുത്രനിലേക്കുള്ള യാത്രയാണ്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവപുത്രന്മാരാണ് അധികാരം കൊടുത്തു. അപ്പൊ ദൈവപുത്രന്മാർ ദൈവത്തെ വെളിപ്പെടുത്തും. ആരെ പോലെ? യേശുവെ പോലെ. ഇതാണ് യേശുവിന്റെ മോഡലാണ്. അതായത് ഫലവും നമ്മൾ തുടക്കം മുതൽ കേൾക്കുന്നതല്ലേ. ഒരു ബിസിനസ് ചെയ്യുന്നതാണ് ഫലമാണ് അന്വേഷിക്കുന്നത്. ആ ഫലം കണ്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നോക്കും, 2 പ്രാവശ്യം നോക്കും, പിന്നെ ആ ബിസിനസ് പൂട്ടിക്കെട്ടും, ആ പരിപാടിക്ക് പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഫലം എന്ന് പറയുന്നത് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തെ നമ്മളിവിടെ വെളിപ്പെടുത്തണം ഈ ജഡലോകത്തിലേക്ക്. എങ്കിലേ നമുക്ക് അടുത്ത ഫേസിൽ നമുക്ക് അംഗത്വമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കേട്ടത്തില്ല. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം 1 തിമോത്തി 3:15 പറയുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിന്റെ പുത്രൻ. ജഡലോകത്ത് വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഈ വ്യക്തതയോടെ തിരിച്ചറിവ് വേണം. ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിയാത്തതുകൊണ്ട് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചിന്തിക്കും, യേശു ക്രിസ്തു ആണ് അത്യുന്നതനായ ദൈവം. അല്ല, അത്യുന്നതനായ ദൈവത്തെ തന്റെ ജഡത്തിലൂടെ വെളിപ്പെടുത്താൻ ദൈവപുത്രനാണ് ക്രിസ്തു. ക്രിസ്തുവും ദൈവം തന്നെയാണ്. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഇനി 1 തിമോത്തി 3:15 പലരും പറഞ്ഞു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ലേ പറഞ്ഞാൽ അപ്പൊ യേശു അല്ലേ ദൈവം? യേശു അല്ല, യേശു ദൈവമാണ്. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനും ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേരുകളൊന്നും യേശുവിനില്ല. യേശു തീർച്ചയായും ദൈവമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ദൈവം, ലീവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവം, താൻ മാത്രം അമർത്യതയുള്ള ദൈവം, അത്യുന്നതനായ ദൈവം, ഇതൊക്കെ സ്വർഗസ്ഥ പിതാവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, ഏക സത്യദൈവമായി നിന്നെയും. ആ കാറ്റഗറിയിൽ ഒരേ ഒരാളെ ഉള്ളൂ. ഹല്ലേലൂയ. ഏകം. പ്രഥം കിട്ടിയോ? ഹല്ലേലൂയ. എന്നാൽ ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവകാശിയാണ്, പിതാവ് ഓനറാണ്.
ആ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. അതിനായി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ കൂട്ടവകാശം കിട്ടണമെങ്കിൽ നാം ജയം പ്രാപിക്കണം. ഇന്നത്തെ എല്ലാ ഗുസ്തിയൊക്കെ മാറ്റി വെച്ചിട്ട് ആത്മാനാൽ നയിക്കപ്പെടുന്ന ത്രിയേക പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നാം ദൈവത്തെ ക്രിസ്തു ജഡത്തിലൂടെ വെളിപ്പെടുത്തിയ പോലെ നാമും വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ജീവനുള്ള ദേവാലയത്തിൽ നടക്കേണ്ടതെന്നാണ് വിശുദ്ധ പൗലോസ് തന്റെ സുവിശേഷീകരണത്താൽ ജനിച്ച തിമോത്തിയോസ് എന്ന ദൈവദാസന് പറഞ്ഞു കൊടുക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ എങ്ങനെ നടക്കണം അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവം നിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുന്ന രീതിയിൽ നടക്കണം. ക്രിസ്തു നടന്നതുപോലെ നടന്നാൽ നീ തേജസ്സിൽ എടുക്കപ്പെടും എന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. നമുക്ക് ആ ഭാഗം വായിക്കാം. എന്താണ് ഫലം എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ വേണം. നാം നമ്മളെ വെളിപ്പെടുത്തി നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, അത് വീണുപോയതാണ്. നാം ദൈവത്തെ വെളിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. 1 തിമോത്തി 3-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. 15-ാം വാക്യം. അപ്പൊ തന്നെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞ, ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച ഒരു ചാനലുകാർ, യൂട്യൂബ് ചാനലുകാർ, ഞാൻ ചാനലിന്റെ പേര് ഓർക്കുന്നില്ല, ക്രൈസ്റ്റ് വിഷൻ നെറ്റ്വർക്ക് അങ്ങനെ എന്തോ ആണ്, അവര് ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഷാജി പാസ്റ്ററിലൂടെ വരുന്ന ദൈവരാജ്യ സുവിശേഷം ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി പാസ്റ്ററുമായിട്ടൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ കടന്നു വരുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു. ഓക്കെ. അപ്പോ ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ്. നിങ്ങൾ ട്യൂൺ ചെയ്യാനായിട്ട് മറക്കരുത്. ഞങ്ങളുടെ SBJ ചാനലിലൂടെ, ഗോസ്പൽ TVയുടെ ചാനലിലൂടെ ഇടാനായിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിൽ ലിങ്ക് കിട്ടും, നിങ്ങൾ എല്ലാവരും കയറണം. മാത്രമല്ല, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കണം. അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ ചോദ്യങ്ങളും. അത് അവർ ചോദിക്കാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ജയിക്കുകയോ അവർ ജയിക്കുകയോ എന്നുള്ളതല്ല, ദൈവവചനം ജയിക്കണം. ദൈവവചനം ജയിച്ചാലേ നമ്മൾ ജയിക്കൂ. അല്ലാണ്ട് നമ്മൾ ജയിച്ചിട്ട് നമ്മൾ നരകത്തിൽ പോയിട്ട് എന്തിനാ കാര്യമുള്ളത്? നമ്മൾ പറയുന്നത് ജയിച്ചിട്ട് ദൈവവചനം ജയിച്ചാൽ നമ്മൾ ജയിച്ചതിന് തുല്യമായി. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ അതിനോട് സഹകരിക്കാൻ, മനസ്സിലാക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മനസ്സിലാക്കാനായിട്ട് ഇടയാകട്ടെ. അപ്പോ 1 തിമോത്തി 3-ാം അധ്യായത്തില് 15-16 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഒരു വ്യക്തി ദൈവസഭയിൽ എങ്ങനെ നടക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. 1 തിമോത്തി 3:14 പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാവുന്ന, ജീവനുള്ള ദൈവം ഒറ്റയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ ഒരാൾക്ക് ജീവനുള്ള ദൈവം എന്ന് പേര് കൊടുക്കുന്നത്. അതാണ് സ്വന്തം യേശുക്രിസ്തുവിന്റെ പിതാവ്. ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തുവിന്റെ ദൈവം എന്ന് ബൈബിൾ വിളിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് ഇത് എഴുതുന്നു. ഹല്ലേലൂയ. അപ്പോ മനസ്സിലായല്ലോ, നമ്മളെല്ലാം സഭയിൽ എങ്ങനെ നടക്കണം. ഇന്ന് നടക്കുന്ന പോലെ അടിപിടി ഉണ്ടാക്കി ഒന്നും നടക്കരുത്. എങ്ങനെ നടക്കണ്ടേന്ന് അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി നടക്കണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ട്രാൻസ്ലേഷൻ പോരാ, അവൻ എന്നല്ല, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടില്ലേ? ദൈവം ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ടു. മനസ്സിലായോ? ആരാ ഇതിനോട് ജഡമായി വന്നേ? വചനം ജഡമായെന്നല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നേ, ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോ ഇത് കറക്റ്റ് ചെയ്യണം. ജനം തെറ്റിദ്ധരിച്ച് കിടക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് 1:14. ഓ ഫാദർ വി താങ്ക് യു. അതായത് ക്രിസ്തു ആണ് ലോകത്തിലേക്ക് വന്നേ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1:11 എഴുതിയിരിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. ഈ അവനാരാ? ക്രിസ്തു അല്ലേ? യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിയില്ലേ? ഇനി അത് 14 പറയാണ്, വചനം ജഡമായി തീർന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്ന് ജഡമായി വന്നേ. അതായത് ക്രിസ്തു ജഡമായി വന്നു. ഈ ക്രിസ്തുവിന്റെ പേരാണ് വചനം. ഹല്ലേലൂയ. അപ്പോ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ആദ്യം ബേസ് തന്നെ തെറ്റിപ്പോകരുത്. സ്വർഗസ്ഥ പിതാവ് ജഡമായിട്ടൊന്നും വന്നില്ല. സ്വർഗസ്ഥ പിതാവിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവാണ് ജഡം ധരിച്ചു വന്നത്. വെളിപ്പാട് 19:13 വരുമ്പോ അത് നമുക്ക് ഉറപ്പിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വെള്ള കുതിരപ്പുറത്ത് കടന്നു വരുന്ന രംഗം കാണിച്ചിട്ട് ഇവിടെ പറയാണ്, അവൻ
രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. ആർക്ക്? ക്രിസ്തുവിന് ദൈവവചനം എന്ന് പേര് പറയുന്നു. അപ്പോ ഈ വചനം ജഡമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നേക്കണേ. മനസ്സിലായോ? ഇതാണ് യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ. അപ്പൊ നൽകിയത് പുത്രനെയാണ്. പുത്രന്റെ പേരാണ് വചനം. ആ വചനമാണ് ജഡമായി ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഇനി തെറ്റുവോ? ഇനി പഴയ കാലങ്ങളിൽ വേറെ എന്തെങ്കിലുമൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്വർഗസ്ഥ പിതാവ് ജഡമായിട്ട് ഭൂമിയിലേക്ക് വന്നില്ല, വചനമാണ് ജഡമായി ഭൂമിയിലേക്ക് വന്നേ. ആ ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ സ്വർഗസ്ഥ പിതാവിനെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തി. ആര്? ക്രിസ്തു. അങ്ങനെ വേണം ഞാനും നിങ്ങളും നടക്കാനെന്നാണ് ബൈബിള് പറയുന്നത്. ഇതാണ് 1 തിമോത്തി 3 15 വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. 15-16 ഇവിടെ 16 പറയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതായത് ദൈവം ക്രിസ്തുവിന്റെ ജഡത്തിൽ, വചനം ജഡമായി ആ ജഡത്തിലൂടെ വെളിപ്പെട്ടു. എങ്ങോട്ടേക്ക്? ഈ കാണുന്ന ജഡലോകത്തിലേക്ക്. അങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെടണം. ഇതാണ് ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ നമ്മളല്ല വെളിപ്പെടേണ്ടേ, നമ്മളിലൂടെ ദൈവം വെളിപ്പെടണോ? ഹല്ലേലൂയ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. മലയാള ട്രാൻസ്ലേഷൻ വായിച്ച പോരാട്ടോ. ഇത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള്, അതായത് ഈ മലയാളം ട്രാൻസ്ലേഷൻ നമ്മളെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വണ്ടി കയറാൻ നിൽക്കുന്ന വ്യക്തിയെ കൊയിലാണ്ടിക്ക് കൊണ്ട് എത്തിക്കുന്ന മലയാളം ട്രാൻസ്ലേഷൻ ആയി കാണുന്നത്. അത് വിട്ടിട്ട് നമുക്ക് KJV വായിക്കാം. പുറകെ നല്ല രീതി മനസ്സിലാവും. ശ്രദ്ധിക്കുക. അതായത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ഇത് കണ്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ KJVയിലേക്ക് വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, and without controversy great is the mystery of godliness. ഈ ദൈവത്തിന്റെ മർമ്മം വലിയതാണ്. എന്താണത്? അതായത് ഒരുവൻ ജീവനുള്ള സഭയിൽ എങ്ങനെ ജീവിക്കണമെന്ന്. God was manifest in the flesh. ദൈവം കറക്റ്റാണ്. ദൈവം തന്നെ കൊടുത്തേക്കണേ. Elohim. God was manifest in the flesh. ആരുടെ ഫ്ലഷിൽ? യേശു ക്രിസ്തു വചനം ജഡമായി ആ ജഡത്തിലൂടെ അത്യുന്നതനായ ആത്മാവാകുന്ന സ്വർഗസ്ഥ പിതാവ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. ഇത് ആത്മലോകത്ത് നീതിയായി കണക്കാക്കപ്പെട്ടു. സീൻ ഓഫ് ഏഞ്ചൽസ്. ഇങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ദൂതവർഗം കണ്ടു. ഇതൊക്കെ മലയാളം വായിച്ച മനസ്സിലാവോ? ദൂതവർഗം കണ്ടു. പ്രീച്ച് ആൻഡ് ടു ദ ജെന്റൈൽസ്. ഇങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് പ്രസംഗിക്കപ്പെട്ടു. ഈ പ്രസംഗിക്കപ്പെട്ട ഈ സംഭവം ബിലീവ്ഡ് ഓൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് അത് വിശ്വസിക്കപ്പെട്ടു. ഇനി റിസീവ്ഡ് അപ്പ് ഇൻടു ഗ്ലോറി. ഇങ്ങനെ ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി ജീവിച്ച, ജയം പ്രാപിച്ച ദൈവപുത്രനായ ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ തിമോത്തിയോസേ, നീയും ജീവിച്ചാൽ നീയും തേജസ്സിൽ എടുക്കപ്പെടും. ഇങ്ങനെയാണ് ഞാനും നിങ്ങളും ജീവനുള്ള ദേവാലയത്തിൽ നടക്കേണ്ടത് എന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് ഇങ്ങനെ ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി ജീവിക്കുന്നതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഫലം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളിൽ, സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ ഒരു വഴിയായി നമ്മുടെ ജഡത്തിലൂടെ ഈ കാണുന്ന ജഡലോകത്തിലേക്ക് വെളിപ്പെടുമ്പോൾ സർവ്വജഡവും ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഇത് സീൽ ഓഫ് ഏഞ്ചൽസ് എന്നാ പറയുന്നത്. സർവ്വജഡവും ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. സർവ്വലോകവും ഇത് കാണും. ഹല്ലേലൂയ. ഇത് നമ്മളെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി ക്വാളിഫൈ ആകുന്നത്. ഇതാണ് ദൈവത്തിന്റെ വചനം. റോമ 8:14 പറയുന്നത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരുമാണ് ദൈവത്തിന്റെ മക്കൾ. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇവിടെ ഒന്ന് നിന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമോ? നമ്മൾ ദൈവാത്മാവ് നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണോ, അതോ സ്വകേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന പഴയ അസ്തിത്വത്തിലുള്ളവരാണോ? അവിടെയും നമ്മൾ ഉപയോഗിക്കും, അക്ഷരം ഉപയോഗിക്കും, ന്യായപ്രമാണമൊക്കെ ഉപയോഗിക്കും. പക്ഷെ അത് ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയുള്ളത്. എന്നാൽ സുവിശേഷം ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നതിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല. സുവിശേഷത്തിന്റെ ലക്ഷ്യം അതല്ല. സുവിശേഷത്തിന്റെ ലക്ഷ്യം നീ നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും നിന്നെ അസ്തിത്വം മാറ്റി ദൈവത്തിന്റെ ജനറേഷനിലേക്ക്, ക്രിസ്തുവിൻ ജനറേഷനിലേക്ക് നിന്നെ എന്നെയും ഒരു ദൈവപുത്രനാക്കി മാറ്റുകയാണ്. അസ്തിത്വം തന്നെ മാറ്റുകയാണ്.
ക്രിസ്തുവെ പോലെ ആക്കുകയാണ്. ഈ ലോകത്തിലെ ഈ ചീത്ത മനുഷ്യൻ നല്ല മനുഷ്യനായി വിചാരിച്ചോ. ഇനി ആ മനുഷ്യൻ ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്താൽ ആരാ ഏറ്റവും നല്ലത്? നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ ക്രിസ്തുവായിട്ട് നോക്കിയാൽ ആരാ നല്ലത്? ക്രിസ്തു അല്ലേ? അപ്പോ ക്രിസ്ത്യാനിമാരാകുന്ന ആ പദ്ധതിയല്ലേ ഏറ്റവും ശ്രേഷ്ഠം. ഇത് നമ്മൾ വ്യക്തതയോടെ നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത്. അപ്പോ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന പരിപാടിയല്ല ഇത്. പകരം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാകുന്ന പരിപാടിയാണ്. ഏതോ ഒരു ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ അതോ ഇന്നാണോ ഒരാള് ഒരു സന്ദേശം അയച്ചു തന്നു. ഒരു ദൈവദാസന് അഡ്വൈസ് ചെയ്യാണ് ഒരു വ്യക്തിയെ. നമ്മൾ ഒരിക്കലും യേശുക്രിസ്തു നമ്മളെ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം അനുകരിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് നമ്മൾ അനുകരിക്കേണ്ടതാണ്. ഇത് പാസ്സാന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുക എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ തെറ്റിപ്പോകുന്നതാണ്. മനുഷ്യ മക്കളായ നമ്മളെ നല്ല മനുഷ്യരാക്കുന്ന പരിപാടിയല്ല യേശു ചെയ്യുന്നത്. യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ചെയ്യുന്നത് മനുഷ്യ മക്കളായ ജഡരൂപികളായ നമ്മളെ ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ്, ആത്മരൂപികളാക്കി മാറ്റുകയാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാക്കി മാറ്റുകയാണ്. അതായത് ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ്. ഇതാണ് നമ്മൾ ക്രിസ്തുവോട് പഠിക്കേണ്ടത്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയും. ക്രിസ്തു പറയുന്നത് എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക. ക്രിസ്തു ദൈവപുത്രനാണ്. മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നത് മനുഷ്യപുത്രന്മാരായ നമ്മളെ ദൈവപുത്രന്മാരാക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, പക്ഷെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് റോമാലേഖനത്തിൽ 1-ാം തീയതി പറയാണ് ശക്തിയോടെ ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇത് നമ്മൾ യേശുവിനോട് പഠിക്കേണ്ടത് ദൈവപുത്രന്മാരായ പഠിക്കേണ്ടത്. ആ ദൈവപുത്രന്മാരായി നമ്മൾ പഠിച്ച ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനേക്കാൾ നല്ല വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? കാരണം യേശുവിനേക്കാൾ നല്ലവനായ വേറെ വല്ലവരും ഉണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധനെന്നല്ല യേശുവിനെ കുറിച്ച് പറയുന്നേ. ആ യേശുവിനെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയട്ടെ. മനുഷ്യൻ നല്ല മനുഷ്യരായി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞവരോട് പറയട്ടെ. ചിലര് പറയും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ശ്രദ്ധിച്ചേ, കേൾക്കുന്നില്ല? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, സിസ്റ്ററുടെ വീഡിയോ എനിക്ക് സ്റ്റക്കായിരിക്കുന്നതായിട്ട് കാണുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് എന്തോ പ്രശ്നമുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ പറയണം. സൗണ്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൗണ്ടാണ് പോകേണ്ടത്. കണ്ടാൽ അത്രയും നല്ലത്. അപ്പോ പറയാൻ പോവാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളോട് ദൈവം എന്നാ പറയണേ? ദൈവവചനത്തിലൂടെ നല്ല മനുഷ്യരാകാനാണോ, മനുഷ്യനെ പോലെ നല്ല മനുഷ്യനാകാനാണോ പറയണേ? അല്ല. കാരണം ആ കാറ്റഗറി നമ്മൾ മാറ്റുകയാ. നമ്മൾ ആത്മരൂപികളായ ദൈവപുത്രന്മാരാകുകയാണ്. എന്നിട്ട് പറയാണ് ആകയാൽ, ഞാൻ വായിക്കാം, നേരെ വായിക്കാം, കാണാതെ പറയുന്നത്. കാരണം വായിക്കല്ലോ, വചനത്തിൽ കുറച്ചുകൂടി പവറായി. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പേൻ. അപ്പൊ നമ്മൾ ആരെ അനുകരിക്കണ്ടേ? ദൈവത്തെ അനുകരിക്കണം അല്ലെ? ആരായിട്ട്? അത്യുന്ന ദൈവമായിട്ടാണോ? അല്ല. ആരായിട്ട്? ദൈവം മക്കൾ എന്ന പോലെ. മനസ്സിലായോ? ദൈവം മക്കൾ, പ്രിയ മക്കൾ എന്ന പോലെ. അപ്പൊ നമ്മളെ യേശുവിന്റെ മനുഷ്യത്വം അനുകരിച്ച് അവസാനിക്കാനല്ല വിട്ടേക്കണേ. യേശു ദൈവപുത്രനായതുകൊണ്ട് നമ്മളെയും ദൈവപുത്രന്മാരായിട്ട് വിളിച്ചേക്കണേ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറഞ്ഞ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏതേവരും മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാൻ ദൈവാധികാരം കൊടുത്തു. ദൈവമക്കളാകാനാണ് അധികാരം. ആ ദൈവപുത്രനായിട്ട് ക്രിസ്തുവിനോട് നമ്മൾ പഠിച്ചാലേ നമ്മൾ ജയം പ്രാപിക്കത്തുള്ളൂ. ഇതുകൊണ്ട് യേശു പറയുന്നത് എന്റെ നുകമായിട്ട് എന്നോട് പഠിക്കുക, എങ്കിൽ നീ ജയിക്കും, നിന്റെ സോളിന് ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:1-2 പറയുന്നത് കാൺമേൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിട്ടിരിക്കുന്നു. ദൈവമക്കൾ. ഇനിയും ബെറ്റർ മനുഷ്യനാകാൻ പോകണ്ട. ഹല്ലേലൂയ. ബെറ്റർ മനുഷ്യനാകാൻ പോകണ്ട. യേശുവിനെ പോലെ ആയാൽ മതി. ഹല്ലേലൂയ. യേശുവിനെ പോലെ ആയാൽ ഈ ലോകത്തിലെ ഏത് ബെറ്റർ മനുഷ്യനേക്കാളും നമ്മൾ ശ്രേഷ്ഠരായി. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ
മുൻ നിയമിച്ചത്. ആകിയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പൊ ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്, പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ എങ്ങനെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നാം ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുന്നവരായിരിക്കണം. അതായത് സ്വർഗത്തിലെ ദൈവത്തിന് നാം നമ്മിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടണം. അതായത് ദൈവത്തിന് നാം ഒരു വഴിയായിത്തീരണം. ദൈവത്തിന് നാം ഒരു വഴിയായിത്തീരണം. എങ്ങനെയാണെന്നല്ലേ ദൈവത്തിന് വഴിയായിത്തീരണം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് I love it. സംസാരിച്ച് വായില വെള്ളം വെച്ച്. എക്സാമ്പിളുകളിലൂടെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ആത്മീയ കാര്യങ്ങളായതുകൊണ്ട് ചുമ്മാ പറഞ്ഞു പോയാൽ പെടുത്താൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതാ ഒരു പൈപ്പ്, ഒരു കഷ്ണം പൈപ്പ്. ഈ പൈപ്പ് ഒരറ്റം ഞാൻ സ്വർഗമായിട്ടും ഒരറ്റം ഭൂമിയായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സ്വർഗം ഈ അറ്റം, ഈ ടോപ്പ് കണ്ടോ, ഈ ടോപ്പ് സ്വർഗം, താഴെ ഭൂമി. സ്വർഗത്തിലാണ് സ്വർഗസ്ഥ പിതാവ് വസിക്കുന്നത്. ഇതാണ് യേശു ക്രിസ്തുവോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അഡ്രസ് ചെയ്യണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇത് ആത്മലോകമാണ്, താഴെ ജഡലോകമാണ്, ജഡമണ്ഡലം. അപ്പൊ ഈ ജഡമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഈ സ്വർഗസ്ഥ പിതാവിനെ അറിയത്തില്ല. എന്നാൽ ഈ സ്വർഗസ്ഥ പിതാവ് ആത്മമണ്ഡലത്തിലാണ്, ആത്മാവാണ്. ഈ ആത്മമണ്ഡലത്തിലെ സ്വർഗസ്ഥ പിതാവിന് ഈ ജഡമണ്ഡലത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടണം. ഇങ്ങനെ വെളിപ്പെടുത്തുന്ന വ്യക്തിത്വം, അതാണ് നമ്മുടെ ഫലം. ഇങ്ങനെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവമക്കൾ. ദൈവം നമ്മളുടെ ജഡത്തിലൂടെ വെളിപ്പെടണം. ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടണം. അങ്ങനെ ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളിലൂടെ വഴിയായി. എടുത്താൽ കിട്ടിയോ? ഇനി ഇതാ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പേന, മാർക്കിംഗ് പേന കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാർക്കിംഗ് പേനയെ ഞാൻ ദൈവമായിട്ട് ഉപമിക്കാൻ പോകും. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവായിട്ട് ഉപമിക്കാൻ പോകും. അപ്പൊ ദൈവപുത്രന്മാർ യഥാർത്ഥത്തിൽ റൈറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്തുവെങ്കിൽ അവരിലൂടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടും. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടും. ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? ഞാൻ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഞാൻ കാണിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ സിസ്റ്റർ? എനിക്ക് സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഓക്കെ, വേറെ മൊബൈൽ കാണുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് ഗോഡ്. കാരണം ഈ ഡെമോ കണ്ടാൽ ജനത്തിന് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഇത് മനസ്സിലാകണം. ഇതാ ഈ ഒരു പൈപ്പ് കാണിക്കുന്നത് ഒരു ദൈവപുത്രനെയാണ്. ഓക്കെ, വീണ്ടും ജനിച്ച ഒരു ദൈവപുത്രനെ. ഈ ടോപ്പ് കാണുന്നത് സ്വർഗമാണ്. ഭൂമി താഴെ കാണുന്നത് പൈപ്പിന്റെ താഴ്ഭാഗം, ഇത് ജഡമണ്ഡലമാണ്. ഓക്കെ, ഇവിടെയാണ് ദൈവം വെളിപ്പെടേണ്ടത്. ജഡമണ്ഡലത്തിൽ. ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ജഡമണ്ഡലത്തിൽ നിറവേറണം. ഈ സംഭവം കണ്ടോ? ഈ പേന ദൈവവുമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് താഴേക്ക് വരണം. നമ്മളിലൂടെ വഴിയാണ്. യേശുവിൽ ഇത് സംഭവിച്ചു. യേശുവിലൂടെ ദൈവം ഭൂമിയിൽ ഇറങ്ങി ജഡത്തിലൂടെ വെളിപ്പെട്ടു. ഇമ്മാനുവലായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ക്രിസ്തുവിന്റെ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. അങ്ങനെ വേണം ഒരു വ്യക്തി ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ജീവിക്കാൻ എന്ന് നമ്മൾ കേട്ടല്ലോ. അപ്പോ ദൈവം നമ്മളിലൂടെ ജഡത്തിൽ വെളിപ്പെടണം. ഇത്ര മനസ്സിലായില്ലേ? എന്നാൽ ആദത്തിലെ മക്കളിലൂടെ ഇത് സാധ്യമല്ല. ആദത്തിലെ മക്കളിലൂടെ, ക്രിസ്തുവിലൂടെ ഇത് സാധ്യമായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഈ ജഡത്തിൽ വെളിപ്പെട്ടു. ആദത്തിന്റെ മക്കളിൽ ഇത് സാധ്യമല്ല. നോക്കിയേ, കണ്ടോ? ആദത്തിന്റെ മക്കളിലൂടെ വരുമ്പോ ഇങ്ങനെ വരും. ദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ പറ്റത്തില്ല. വീണ്ടും ജനിച്ചവരായാലും ശരി, ഭൂമിയിലേക്ക് വരാൻ പറ്റത്തില്ല.
കാരണം ഇവരുടെ ഉള്ളിൽ ബ്ലോക്കാണ്. ഇവരുടെ ഉള്ളില് എല്ലാ ആദത്തിന്റെ മക്കളുടെ ഉള്ളിലും ബ്ലോക്ക് ആണ്. കാരണം വീണ്ടും ജനിച്ചാലും അവരുടെ ഉള്ളിൽ ബ്ലോക്ക് തന്നെയാണ്. ദൈവത്തിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പോ നമ്മുടെ ഉള്ളിൽ ഇത് ശുദ്ധീകരണം നടക്കാതെ സ്വർഗത്തിലെ ദൈവം നമ്മളിവിടെ ഭൂമിയിലേക്ക് വരാൻ പറ്റത്തില്ല. ആ ശുദ്ധീകരണം ആത്മാവിന്റെ ശുദ്ധീകരണം ഒരു ത്രിയേക പ്രവർത്തനമാണ്. ദൈവം തന്റെ ആത്മാവിനെ നമ്മളോട് ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ സഹകരിക്കണം അതിന്. ആ സഹകരിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ. അത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. നേരത്തെ പറഞ്ഞ ആത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഈ സംഭവം. ദൈവത്തിന് നമ്മളുടെ ഭൂമിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നുണ്ട്. കാരണം ഈ അറ്റം സ്പിരിറ്റ് ആണ്. മനുഷ്യനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ഈ അറ്റം, ഈ പൈപ്പിന്റെ ടോപ്പ് എൻഡ് സ്പിരിറ്റ് ആണ്, ബോട്ടം എൻഡ് ബോഡിയാണ്, ഇടയിൽ ഉള്ളിൽ മനുഷ്യന്റെ സോളാണ്, ദേഹിയാണ്. അപ്പൊ സ്പിരിറ്റ്, ആത്മാവ്, ദേഹി, ദേഹം, അങ്ങനെ നിങ്ങൾക്ക് കാണാം കേട്ടോ. 3 ഭാഗങ്ങളുണ്ട് ഒരു മനുഷ്യന്. ഇത് തിരിച്ചറിയുക. ഇച്ചിരി ഡീപ്പാണ്, ഒന്ന് സഹകരിച്ചാൽ മതി. ഓക്കെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം നിങ്ങളുടെ ഉള്ളങ്ങളെ തുറന്നു തരും. ഹല്ലേലൂയ. തർക്കിക്കാനും ഇരിക്കുന്നവർക്കൊന്നും ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ദൈവം നിങ്ങളെ അടച്ചു കളയും. ശിശുക്കൾക്ക് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഈ വീട്ടിൽ ജനിച്ചൊരു വ്യക്തിയാണെങ്കിലും ദൈവം ആ വ്യക്തിയുടെ ആത്മാവിൽ വന്നു. വീട്ടിൽ ജനിച്ചു ആത്മാവിൽ. പക്ഷെ ദൈവത്തിന് ആ വ്യക്തിയുടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവം ആ വ്യക്തിയുടെ പുറത്തിറങ്ങിയാൽ യേശു ക്രിസ്തു പറഞ്ഞത് റെഡിയായി. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. കേട്ടിട്ടില്ലേ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ 37-38 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ ഒറിജിനൽ യേശു ആയിരിക്കണം കേട്ടോ. ഒറിജിനൽ യേശുവിൽ വിശ്വസിച്ചാൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ കാര്യം നടക്കില്ല. ലയൺസ് ക്ലബിലെ മെമ്പർഷിപ്പ് പോലെ, റിക്രിയേഷൻ ക്ലബിലെ മെമ്പർഷിപ്പ് പോലെ, ഏതെങ്കിലും ചർച്ചിലൊരു മെമ്പർഷിപ്പ് എടുക്കാന്നല്ലാതെ വേറൊരു ഗുണമൊന്നുമില്ല. ഒറിജിനൽ യേശുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു പറയാണ് ഇതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാനൊരു വഴിയായി ഇതൊക്കെ കേട്ടോ. ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികളൊഴുകും. അതായത് ഈ ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ നമ്മളിലൂടെ ഈ ലോകത്തിലേക്ക് ഒഴുകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഓ ഫാദർ, താങ്ക് യു. ഞാനൊന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾ കുറെ കൂടി ക്ലിയർ ആണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. കണ്ടോ, ഉള്ളിലെ തുടങ്ങും, ഉള്ളിൽ നിന്ന് തന്നെ, ഉള്ളിൽ നിന്ന് ആത്മമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങുക. ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, ബൈബിളിലെ സ്ക്രിപ്ചർ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ ദൈവത്തിന്റെ നിങ്ങൾക്ക് അറിയാമോ, ദൈവത്തിന്റെ ആത്മാവാണ് ഇതിന്റെ സ്പിരിച്വൽ ബോഡി. ഈ ദൈവത്തിന്റെ ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരം പോലെയല്ല, വ്യക്തിയായി പ്രവർത്തിക്കാൻ പറ്റും, വ്യക്തികളായി പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ദൈവമായിട്ട് പ്രത്യേക വ്യത്യാസം. ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തിയായി പ്രവർത്തിക്കാൻ പറ്റും, വ്യക്തികളായി പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കാൻ പഠിക്കാനുള്ളവർക്ക് വേണ്ടി ചെറുതായിട്ട് നെറ്റ് തരികയാണ്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മശരീരം. ഞാനിപ്പോ എന്റെ ശരീരം കൊണ്ടാണ് എല്ലാം തൊടുന്നത്. കോഫിയാണ്, ആ കോഫി കുടിക്കാനായിട്ട് എന്റെ ശരീരം കൊണ്ടാണ് തൊട്ടത്. ഇതേപോലെ എന്റെ ശരീരത്തിൽ മാക്സിമം ഒരു 4 സ്ക്വയർ മീറ്റർ എനിക്ക് തൊടാൻ പറ്റുള്ളൂ. അതായത് നിന്ന് കഴിഞ്ഞാൽ കൈ പൊക്കി കഴിഞ്ഞാൽ ഒരു 2 മീറ്റർ മൊത്തം, 2 കൈ അപ്പുറം നീട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മീറ്റർ. അപ്പോ ഹൈറ്റ് 2, വിഡ്ത്ത് 2 അല്ലെ, 2x2 ഏരിയ കിട്ടി അല്ലെ. അപ്പൊ 4 സ്ക്വയർ മീറ്റർ എനിക്ക് തൊടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് അങ്ങനെയല്ല. ഈവൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയാലും, ദൈവത്തിന്റെ വചന സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ദാ അവിടെ നീയുണ്ട്, ഞാൻ പാതാളത്തിൽ ചെന്നാൽ അവിടെ നീയുണ്ട്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും, ഞാൻ ഭൂമിയുടെ അറ്റത്ത് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി ഒളിച്ചാലും അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോവാ. അപ്പൊ സർവ്വലോകത്തുമുണ്ട്. ദൈവം ചെയ്യുന്നത് സ്വർഗത്തിലാണ്, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സർവ്വലോകത്തിലുണ്ട്. ദൈവത്തിന്റെ സ്പിരിച്വൽ ബോഡിയാ. അതുകൊണ്ടാണ് ദൈവം തൊടുന്നത്, ദൈവം പിടിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ആ ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തിയായി പ്രവർത്തിക്കാൻ പറ്റും, വ്യക്തികളായി പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ
അത് ഒരാത്മാവ് 7 ആത്മാവായി മാറുക. 7 ആത്മാവ്, ദൈവത്തിന്റെ 7 ദീപങ്ങൾ അവിടെ കത്തിക്കിടക്കുകയാണ് സ്വർഗസിംഹാസനത്തിന് മുമ്പ്. അവയെല്ലാം സർവ്വ ജഡമണ്ഡലത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാക്കളാണ്. ഹല്ലേലൂയ. ഇനിയും അതിന്റെ വെറൈറ്റീസ് വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ചിന്തകൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ ശരീരം പോലെയല്ല ദൈവത്തിന്റെ ആത്മശരീരം. നമുക്ക് ഭൗതിക ശരീരമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മശരീരമാണ്. അപ്പോ ഇതുകൊണ്ടാണ് എന്തിനത് പറഞ്ഞേ, ഇവിടെ പറയാണ് ഇതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് ജീവജല നദി ഒഴുകുന്നല്ല പറഞ്ഞേ. ശ്രദ്ധിക്കുക, ഒരു നദിയായിട്ട് ഒന്നായിട്ട് കാണിക്കും, അതിനെ നദികളായിട്ട് കാണിക്കും. നദികൾ, അതല്ല എഴുതിയിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുമെന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുന്നല്ല, നദികൾ ഒഴുകും. അനേക ആത്മാവിന്റെ ഫ്ലോസ് ഒഴുകും. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ, ഇങ്ങനെ പോവുക. നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ അവിടെ ഇംഗ്ലീഷ് എഴുതിക്കും വായിക്കാം, ഔട്ട് ഓഫ് ഹിസ് ബെല്ലി ഷാൽ ഫ്ലോ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. റിവേഴ്സ്, റിവർ മാത്രമല്ല, റിവർ എന്നായിട്ട് പറയും, റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ എന്ന് പറയും. അപ്പൊ നമുക്ക് അത് അവിടെ നിർത്താം. പരിശുദ്ധാത്മാവിന്റെ വിഷയം അല്ലല്ലോ ഇവിടെ വരുന്നത്. അപ്പോ ഇനി ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാവെന്ന് പറഞ്ഞത്. അപ്പൊ ആത്മാവ് ഒരു നദിയാണ്, നദികളാണ്. അപ്പോ അത് ദൈവത്തിന്റെ ആത്മശരീരമാണ്. ദൈവം അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഏകമായി പ്രവർത്തിക്കുന്ന ഒക്കെ തന്റെ ശരീരം കൊണ്ടാണ്. ഞാനിപ്പോ പ്രവർത്തിക്കുന്നു, എന്റെ ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജഡിക ശരീരം, ദൈവം ആത്മാവായതുകൊണ്ട് ആത്മശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോ വീട്ടിൽ ജനിച്ച പൈതലാണെങ്കിൽ പോലും ഈ നദി അകത്തുണ്ട്, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. വരണമെങ്കിൽ നമ്മൾ ഈ ശുദ്ധീകരണം നടക്കണം. ഏത് ശുദ്ധീകരണം? ന്യായപ്രമാണം കൊണ്ട് ആർക്ക് ശുദ്ധീകരണം നടക്കില്ല. നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന ന്യായപ്രമാണം. ശുദ്ധീകരണം നടക്കണമെങ്കിൽ ആത്മാവിന്റെ പ്രമാണം വേണം. ഇതിന് ബൈബിൾ പേരിട്ടിരിക്കുന്നു ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കണമെന്ന്. അപ്പൊ നമ്മൾ അനുസരിക്കാത്തതിന്റെ കാരണം ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന സാധനം നമുക്കില്ല. അതുപോലെ വീണ്ടും ജനിച്ചു, പക്ഷെ സഭകളിലൊക്കെ അടിയാണ്, അല്ലെ? ഇപ്പൊ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിനോമിനേഷനിലും അടി നടക്കുക. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കയറ്റിയിടുക. ഓൾമോസ്റ്റ് എല്ലാ ഡിനോമിനേഷൻ അടി നടക്കുക. കാരണം നമുക്ക് അനുസരണം ഇല്ല. കാരണം അനുസരിക്കണമെങ്കിൽ, ആദത്തിന്റെ മക്കൾ അനുസരിക്കണമെങ്കിൽ, വീട്ടിൽ ജനിച്ച ആദത്തിന്റെ മക്കൾ അനുസരിക്കണമെങ്കിൽ ആത്മാവിന് വിശദീകരണം നടന്നാലേ പറ്റുള്ളൂ. ആത്മാവിന് വിശദീകരണം നടന്നാൽ അനുസരണം കാണിക്കാൻ പറ്റും. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ അതൊക്കെ ധാരാളമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജയം കിട്ടത്തുള്ളൂ. നമ്മളെ വിളിച്ചത് ആദത്തിന്റെ മക്കളായി നല്ല മനുഷ്യരാകാൻ വേണ്ടിയല്ല, ദൈവപുത്രന്മാരാകാൻ വേണ്ടി, യേശുവിനെ പോലെയുള്ള. കേട്ടോ, അത് മനസ്സിലാക്കുക. അതാണ് റോമ 8:29 കൺഫേം ചെയ്ത് പഠിച്ചു. അത് നമ്മുടെ മുൻ നിയമം, നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അതാ കിടക്കണേ. അതുകൊണ്ട് നിങ്ങൾ ഏത് ചർച്ചാണോ, ഏത് ഡിനോമിനേഷൻ ആണോ ദൈവം നോക്കുന്നില്ല. കയ്യിൽ ദൈവത്തിന്റെ വചനം ഈ അന്ത്യനാളിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ അതിൽ എത്തിച്ചേരുക എന്നുള്ളത്. നമ്മളെ മുൻ നിയമിച്ചു കഴിഞ്ഞു, യഹോവ പണിത് കഴിഞ്ഞു. ഇനി പണിക്കാരായി നമുക്ക് പണിതാൽ ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിലൂടെ നമ്മൾ ദൈവത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തണം. ദൈവത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തണം. ദൈവം നമ്മിലൂടെ ഈ ലോകത്തേക്ക് വരണം, പക്ഷെ വരുന്നില്ല. യേശുവിലൂടെ ദൈവം തന്റെ ജഡത്തിലൂടെ ലോകത്ത് വെളിപ്പെട്ടു. ഓരോ തിമോസിയോട് പറഞ്ഞു കൊടുക്കാൻ, ആ യേശുവിനെ പോലെ തന്നെ നീയും ആകണം. ദൈവം യേശുവിന്റെ ജഡത്തിലൂടെ, ആത്മാവാകുന്ന ദൈവം യേശുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടതുപോലെ നീയും വെളിപ്പെട്ട് അങ്ങനെ ജീവിക്കണം എന്നാ പറയുന്നേ. പക്ഷെ നമ്മൾ ഇത് നടക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കണം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ദേഹിയിൽ, നമ്മുടെ സോളിൽ ശുദ്ധീകരണം നടക്കണം. കാരണം ഇതിന്റെ ഉള്ളിൽ നിറച്ച അഴുക്കാണ്. നോക്കിയോട്ടോ, ഞാനൊരു ഡൊമോയാണ് കാണിക്കുന്നത്. ഇതിൽ നടക്കുന്നത്, ദൈവം നമ്മളിലൂടെ താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഇതാ നമ്മുടെ ഉള്ളിൽ അഴുക്ക്. കണ്ടോ, അതിന് അഴുക്ക് വരുന്നുണ്ടോ? കണ്ട, ശുദ്ധീകരണം വേണ്ട. കണ്ട നമ്മുടെ ഉള്ളിലെ അഴുക്ക് ഓരോന്നും പോകണം. അപ്പൊ എന്തോരം നമ്മുടെ ഉള്ളിൽ അഴുക്ക് പോകുന്നു, അത്രത്തോളം ഇതാ കണ്ടോ അടുത്ത അഴുക്ക് വരുന്നുണ്ടോ? ആത്മാവിൽ വിശുദ്ധീകരണം നടക്കുമ്പോൾ അടുത്ത അഴുക്ക് വരുന്നു. ഈ ദൈവം നമ്മളിൽ നിന്ന് ഈ അഴുക്കുകൾ ഓരോന്നും, സകല ദുഷ്ടതയും വ്യാജഭാവവും എല്ലാ നുണയും ഒക്കെ നീക്കിക്കളഞ്ഞ് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോണം. ഇതെങ്ങനെ പോണേ? ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെയാ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മളിവിടെ പോകുന്നത് വരുന്നടാ ദൈവം. പേന താഴേക്ക് വരുന്നുണ്ടോ? ദൈവം നമ്മുടെ ജഡത്തിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുക. ആ പേന ആ പൈപ്പിലൂടെ, പൈപ്പ് കാണിക്കുന്ന ആരാ? ഒരു ദൈവ പൈതല, വീട്ടിൽ ജനിച്ചൊരു ദൈവ പൈതല.
ആ പൈപ്പിലൂടെ ദൈവം സ്വർഗത്തിലെ ദൈവം ആ പൈപ്പിലൂടെ ആ മനുഷ്യനിലൂടെ, അവനാണ് ദൈവപുത്രൻ, അവനിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെട്ടു. കണ്ടോ, ലോകത്തിലേക്ക് വെളിപ്പെട്ടു. അങ്ങനെ നാം ദൈവത്തിന് ഈ ഭൂമിയിൽ വഴി തുറക്കണം. ഇങ്ങനെ നാം ജീവിച്ചാൽ നാം യേശുവെ പോലെ ജീവിക്കുന്നവരാ. സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ആത്മാവിൽ വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് നമ്മുടെ ജഡത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടും. അങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെടും. പിടുത്തം കിട്ടിയ ഇതാണ് ദൈവവചനം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് യഹോവയ്ക്ക് വഴിയൊരുക്കുകയും. സുവിശേഷത്തിൽ നാം ചെയ്യേണ്ടത് യഹോവയ്ക്ക് നമ്മിലൂടെ വഴിയൊരുക്കണം. ആരെ പോലെ? യേശുവിനെ പോലെ. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജഡത്തിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നതിന്റെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. യേശുവെ പോലെ നമ്മളും ഇമ്മാനുവലായി. കണ്ടോ, സ്വർഗത്തിലെ ദൈവത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തും. ഈ പ്രവർത്തനം നടക്കുന്നത് ത്രിയേക പ്രവർത്തനമാണ്. ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവർത്തനം. അത് സ്വർഗസ്ഥ പിതാവിലല്ല. സ്വർഗസ്ഥ പിതാവ് ഏകനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ തന്റെ ആത്മാവിനെ തന്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുത്തിട്ട് ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതേ ക്രിസ്തുവെ പോലെയാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിൽ ഇത് നടക്കണം. അപ്പോ ഈ പ്രവർത്തനമൊക്കെ അടുത്ത പ്രാവശ്യം കൂടുതൽ വിശദീകരിക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ, അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടുക. ഇത് നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഓക്കെ, വചനം ഒന്ന് വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. സുവിശേഷത്തിൽ നടക്കേണ്ടത് ഇതാണ്. അപ്പോ സുവിശേഷം ഒന്നേ ഉള്ളൂ. അത് പഴയ ഉടമ്പടി ആയാലും പുതിയ ഉടമ്പടി ആയാലും ഒക്കെ ഒന്നേ ഉള്ളൂ. വിവിധ പേരുകൾ അറിയപ്പെടുന്നതേ ഉള്ളൂ. ആ സുവിശേഷം എന്ന് പറയുന്നത് യേശു പ്രസംഗിച്ച സുവിശേഷമാണ് സുവിശേഷം. ഇതാണ് സ്വർഗസ്ഥ പിതാവ് യാക്കോബിനോട്, യോഹന്നാനോടും പത്രോസിനോടൊക്കെ പറഞ്ഞത്. അവർ 3 കൂടാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞു, കൂടാരം ഒന്നും ഉണ്ടാക്കേണ്ടെന്ന്. എന്റെ ഭാഷ പറഞ്ഞാല് അങ്ങനെയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവന് ചെവി കൊടുത്താൽ മതി. അതിനർത്ഥം ഇവനൊരു സന്ദേശം പറയും. അതാണ് സുവിശേഷം. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ യേശു പറഞ്ഞ സുവിശേഷമാണ് സുവിശേഷം. ബാക്കി എല്ലാ സുവിശേഷത്തിന്റെ ഉള്ളിലെ നല്ല നല്ല വിശേഷങ്ങളാണ്. കേട്ടോ, ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ പറയണം. സുവിശേഷത്തിനുള്ളിൽ രക്ഷയുടെ സുവിശേഷമുണ്ട്. അപ്പൊ തന്നെ നമ്മൾ അതിനെ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്, നിത്യസുവിശേഷം എന്ന് പറയുന്നുണ്ട്. എന്ത് പേരിട്ടാലും അതൊക്കെ അതിൻ്റെതായ ആ ഫെസിലിറ്റിയുമായിട്ട് ബന്ധത്തിലാണ് പറയുന്നത്. ഒരിക്കല് ഇങ്ങനെ ഒരു പ്രസംഗം ഞാൻ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി. സുവിശേഷം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതിൽ ഇസ്രായേലിൽ പോയിട്ടോ. ഇസ്രായേലിൽ പോയപ്പോ അവിടെ ഞങ്ങള് ഗലീലയില് ഒരു കടലല്ല, കായൽ പോലെ തോന്നി എനിക്ക്. അതിന്റെ തീരെടുത്തിരുന്ന് അവിടെ ആ കായലിൽ നിന്ന് നിറച്ചു മത്സ്യങ്ങളിൽ നിന്ന് പൊങ്ങി വരും. അവിടെ നിന്ന് പിടിച്ചാന്ന് പറഞ്ഞെങ്കിൽ അത് കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പൊ അവരതിനെ പറഞ്ഞു അത് ഗലീല കടലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കടലായിട്ടും തോന്നിയില്ല, അത് ഗലീല കടലാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അത് തിബരിയാസാന്ന് പറഞ്ഞു. അപ്പൊ തിബരിയാസിന്റെ അടുത്ത് എന്നോട് അതിനോട് ആൾ പറഞ്ഞു അത് തിബരിയാസ് കടലാന്ന് പറഞ്ഞു. ഇനി വേറെ സ്ഥലത്ത് ചെന്നപ്പോ അവര് പറഞ്ഞു ഇത് ഗന്നസരത്ത് തടാകാന്ന്. ആകെ കൺഫ്യൂഷനായി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് എന്റെ സഹോദരൻ ഇതെല്ലാം ഒന്നാണ്. ഗലീല കടലിന്റെ അടുത്ത് ചെല്ലുമ്പോ ഗലീല സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ആ തടാകത്തിനെ പറയുമ്പോ അവർ ഗലീലക്കാര് പറയുന്നത് ഗലീല തടാകം എന്ന് പറയും. ഇനി കിന്നരത്തിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോൾ അവര് പറയുന്നത് കിന്നരത്ത് തടാകം എന്ന് പറയും. തിബിരിയാസിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അതിനെ നോക്കി അവര് പറയുന്നത് തിബിരിയാസ് തടാകം എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. ഇതേപോലെ സുവിശേഷം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആ സുവിശേഷമാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നും പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്, ദൈവരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദൈവം സാധ്യമാക്കി തരുന്നതുകൊണ്ട് അതിന് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് നിത്യമായി നമുക്ക് ജീവിതം തരുന്ന ഒരു സുവിശേഷമായതുള്ള നിത്യസുവിശേഷം എന്ന് പറയുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെയാ. നമ്മൾ അറിവില്ലാത്തവർ ഇതിനെ വിഭജിച്ച് വിവിധ സഭകൾ ഉണ്ടാക്കിയെടുത്തു. കഷ്ടമായി പോയി. സുവിശേഷം അന്ന് ഇന്ന് എന്നും ഒന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും ദൈവത്തോടു കൂടെ വസിക്കുക. ദൈവരാജ്യം സമീപിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ വഴികളെ വിട്ടുതിരിഞ്ഞാൽ ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ വസിക്കുക, ഒരു കുടുംബമായി തീരാ, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറാം, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറാം. അങ്ങനെ നിത്യം ദൈവത്തോട് വസിച്ച ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാ. ഇതാണ് സുവിശേഷം. അതിൽ രക്ഷയുടെ സുവിശേഷമുണ്ട്, അതിൽ രോഗം മാറുന്ന സുവിശേഷമുണ്ട്, ഹല്ലേലൂയ, അതിൽ എല്ലാ സ്വർഗീയ സമാധാനം കിട്ടുന്ന സുവിശേഷം, എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. സുവിശേഷം ഒന്നേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയുണ്ട് സുവിശേഷം, പഴയ ഉടമ്പടിയിലുണ്ട് സുവിശേഷം. അത് ഇത് തന്നെയാണ്.
അവിടെ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാനല്ലോ, യെശയ്യല്ലേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണാൻ പറ്റും. ഇതാ അവിടെ പറയാണ് 40:3 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ചെയ്താൽ 40:5 യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. സകല ജഡവും യഹോവയുടെ മഹത്വം കാണുമെന്ന്. അതല്ലേ നിങ്ങളിപ്പോ കണ്ട ഇത്ര നേരം കണ്ടോ? യഹോവയ്ക്ക് നമ്മളൊരു വഴി തുറന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ജഡമണ്ഡലത്തിൽ നമ്മളോട് വെളിപ്പെടുമെന്ന്. അങ്ങനെ സർവ്വ ജഡവും യഹോവയുടെ മഹത്വം കാണും. ഇങ്ങനെ ജീവിച്ച ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒരു പരിധി വരെ യേശുവിനെ അനുസരിച്ച അപ്പസ്തലന്മാരും. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. വചനം അനുസരിക്കാൻ തയ്യാറായാലേ പറ്റുള്ളൂ. ആദ്യം തിരിച്ചറിയണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സർവ്വ ജഡവും അതിനെ കാണും. ഇതല്ലേ പറഞ്ഞേ യേശു ക്രിസ്തു ഇങ്ങനെ വന്നു. ദൈവം 1 തിമോത്തി 3:15-16 വാക്യം നമ്മൾ വായിച്ചില്ലേ? തിമോത്തിയോസ് പറയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഈ ജഡമണ്ഡലത്തിൽ യേശുവിന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെട്ടു. അതിന്റെ പേരാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. പിടുത്തം കിട്ടിയ ഇതാണ് ഇവിടെ പറയുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, സ്നാപയോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും സഹാറ മരുഭൂമി പോലെ ഏതോ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഞാൻ വഴിയൊരുക്കണോന്നൊക്കെ. എന്റെ പൊന്നു സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമല്ല. ഇത് പറയുന്നത് ഡെസർട്ടഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ദൈവം ആത്മാവാണ്. ദൈവം നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന് വഴിയൊരുക്കണമെങ്കിൽ, നമ്മളിപ്പോ മോദിജി വരുമ്പോ വഴിയൊരുക്കും അല്ലെ, പ്രസിഡന്റ് വരുമ്പോ വഴിയൊരുക്കും. റോഡൊക്കെ കുഴിയൊക്കെ മാറ്റി ടാറൊക്കെ ഇട്ട് 2 സൈഡിലും മുളയൊക്കെ വെച്ച് കെട്ടി വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് വഴിയൊരുക്കില്ലേ? പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ ബഹുമാനിക്കണം, ഒക്കെ ചെയ്യേണ്ടതാ. അപ്പോ ഇതാ ഏറ്റവും പ്രധാനമായ ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയാണ് സ്വർഗസ്ഥ പിതാവ്, യഹോവയായ ദൈവം. അപ്പൊ യഹോവയായ ദൈവം ഭൂമിയിലേക്ക് വരികയാണ്. ആരിലൂടെ? സ്വർഗം വിട്ടല്ല വരുന്നേ, തന്റെ ആത്മാവിലൂടെ, ത്രിയേക പ്രവർത്തനത്തിലൂടെ കയറി വരുന്നേ. അപ്പോ ആ യഹോവയ്ക്ക് വഴിയൊരുക്കാനാ പറയണേ. അപ്പൊ ഇത് യേശുവിന് മുൻഗാമിയായി സ്നാപയോഹന്നാൻ മുതൽ ഈ പ്രസംഗം തുടങ്ങിയതാണ്. ഇപ്പോഴും ഈ പ്രസംഗം നടക്കാണ്. ദൈവം നമ്മുടെ ജനത്തിലൂടെ വെളിപ്പെടണം. അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഈ സംഭവം വരുമ്പോ അതിന് സാമ്പിളായിട്ട് ഒരാള് വന്നു. ആ സാമ്പിളാണ് ദൈവപുത്രനായ ക്രിസ്തു. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയാണ് ക്രിസ്തുവിന്റെ. അത് ഒരേ ഒരാളാണ്, ക്രിസ്തു മാത്രമേ ഉള്ളത്. ഈ ക്രിസ്തുവെ പോലെ നമ്മളുമായി തീരണം. അങ്ങനെ ആയി തീർന്നാൽ യഹോവയ്ക്ക് വഴി, വെറും വഴി ഒരുക്കാനല്ല പറഞ്ഞേ, പെരുവഴി ഒരുക്കാൻ. യഹോവ ആത്മാവായതുകൊണ്ട് നമ്മളുടെ ആത്മാവിലൂടെയാണ് യഹോവ വെളിപ്പെടുന്നത്. ഇപ്പൊ മോദിജി വരികയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് വരികയാണ്, ഇവരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വരികയാണ്, ഇവരൊക്കെ ജഡമായതുകൊണ്ട് ഇവരൊക്കെ വരുന്നത് ഒന്നില്ലെങ്കിൽ പ്ലെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ കാറിലായിരിക്കും. പക്ഷെ ദൈവം വരുന്നത് പ്ലെയിനിലോ കാറിലോ ഹെലികോപ്റ്ററിലോ ഒന്നുമല്ല. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം ഇറങ്ങുന്നത് നമ്മുടെ ആത്മാവിലാണ്. കണ്ടോ? ആത്മാവിൽ ഇറങ്ങി നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് നമ്മുടെ ജഡത്തിലൂടെ ഈ ലോകത്തിലേക്ക്, ജഡമണ്ഡലത്തിലേക്ക് വെളിപ്പെടും. അങ്ങനെ സർവ്വ ജഡവും യഹോവയുടെ മഹത്വം കാണും. അത് ഇതുവരെ ആയി തീർന്നിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ സമയത്ത് യേശുവിലൂടെ മാത്രം അത് കണ്ടു. എന്നാൽ ദൈവപുത്രന്മാരിലൂടെ അത് കാണണം. ഇതുകൊണ്ട് ദൈവത്തിന് വായന പറഞ്ഞ സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കും. ദൈവപുത്രന്മാർ വെളിപ്പെടുമ്പോഴാണ് യഹോവ അവരിലൂടെ, അവരുടെ ജഡത്തിലൂടെ വെളിപ്പെടുന്നത്, അവരുടെ ശരീരത്തിലൂടെ വെളിപ്പെടുന്നത്. ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ശുദ്ധീകരണം നടന്ന കാര്യം നമ്മൾ കണ്ടല്ലോ അല്ലെ, ഡെമോ കണ്ടല്ലോ അല്ലെ. ഇതെല്ലാം നമ്മുടെ ഇന്ന് മാറണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. തുടർന്ന് ഇതാ നമ്മൾ നടക്കേണ്ടത് ഈ ദൈവത്തിന്, യഹോവയുടെ മഹത്വം കാരണം, യഹോവ നമ്മുടെ ആത്മാവിൽ വസിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്റെ ചിന്തകൾ നമ്മൾക്ക് വെളിപ്പെടുകയും അങ്ങനെ നമ്മളിലൂടെ ഈ ലോകത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലൂടെ, ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. അപ്പൊ യഹോവയ്ക്ക് വഴിയൊരുക്കുക. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മമണ്ഡലത്തിന്റെ എക്സിറ്റ് ആണ് നമ്മുടെ ജഡം. നമ്മളാണ് ദൈവത്തിന് ഈ ജഡമണ്ഡലത്തിലേക്കുള്ള വാതിൽ. മനസ്സിലായോ? അല്ലാണ്ട് ദൈവം ജഡത്തിലേക്ക് വരുന്നില്ല.
ദൈവം ജഡത്തിൽ നമ്മളിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവോട് വെളിപ്പെട്ടതുപോലെ. ഇതാ യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ കാണുന്നവൻ സ്വർഗത്തില് എന്റെ അപ്പനെ കാണുന്നു. എന്റെ അപ്പൻ എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. എങ്ങനെ? തന്റെ ആത്മാവിലൂടെ. അതിന്റെ അപ്പം സ്വർഗം വിട്ടിങ്ങോട്ട് പോരുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നാം മറ്റൊരു പറഞ്ഞാൽ ദൈവാത്മാവ് നയിക്കപ്പെടുമ്പോഴാണ് നാം പ്രവർത്തിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. വീണുപോയ എല്ലാ മനുഷ്യരും സ്വയത്തിൽ പ്രവർത്തിക്കുന്നവരാ. ഇതൊന്നും അവരുടെ ഉള്ളിൽ ഇതൊന്നുമില്ല. അവരുടെ ഉള്ളിൽ മൊത്തം അഴുക്കാണ്. അവരുടെ ഉള്ളിൽ മൊത്തം സ്വയകേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് എല്ലാം തിരിച്ചു വയ്ക്കുക. ഞാൻ ഇങ്ങോട്ടേക്ക് എല്ലാം തിരിച്ചു വയ്ക്കുക. അവരുടെ ഉള്ളിലൂടെ ദൈവം വെളിപ്പെടുന്നില്ല. മാത്രമല്ല, അവർ വീട്ടിൽ ജനിച്ചിട്ടുമില്ല. ഈ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ആത്മാവിൽ വരുന്നില്ല. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് അകത്ത് വരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല താഴേക്ക്. ഇവരോടാണ് ക്രിസ്തു പറയുന്നത്, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു, നീ തുറന്നതാ. നിന്റെ സ്വകേന്ദ്രീകരണ ജീവിതം ഒന്ന് നിർത്ത്. നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരാം. ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കാം. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം പറഞ്ഞോ. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെ നമ്മളുടെ ശുദ്ധീകരണം നടന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ട് ഒരുമിച്ച് താമസിക്കും. ഹല്ലേലൂയ. ഇതാണ് തൊട്ട് താഴെ പറയുന്നത്. യെശയ്യാ 40 താഴെ പറയുന്നത്. 40 3 മുതൽ നമ്മൾ വായിച്ചല്ലേ. അതിന്റെ 9 മുതൽ വായിക്കുമ്പോ അവിടെ സുവിശേഷത്തെ കുറിച്ച് പറയാണ്. ദൈവം വരുന്നു. എന്തിന്? നമ്മോടുകൂടെ താമസിക്കാൻ. ഇതാണ് സുവിശേഷം. ദൈവവും നമ്മളിവിടെ ഒരുമിച്ച് താമസിക്കുന്നതാണ് സുവിശേഷം. മക്കളെ, ധൂർത്തപുത്രന്റെ കഥയിൽ ധൂർത്തപുത്രന്റെ അവസാനം ആരോട് കൂടെ ഒന്ന് താമസിച്ചു? ഒന്ന് പറയാമോ? തന്റെ അപ്പനോടുകൂടെ താമസിച്ചു. അതാണ് സുവിശേഷം. ആ അപ്പനും അതല്ലേ അപ്പം പറയുന്നേ. എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു. എന്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ കണ്ടുകിട്ടി. ഇതാ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ ധരിപ്പിച്ച കാളക്കുട്ടിയെ അർത്ഥം. ഇതല്ലേ സുവിശേഷം. ആ സന്തോഷം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. ബാക്കി എല്ലാ വിഷയങ്ങളും, രക്ഷയുടെ സുവിശേഷം, ബാക്കി രോഗം മാറുന്നത്, ഇതൊക്കെ ആ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ള സുവിശേഷങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 43 നമ്മൾ വായിച്ച യഹോവയ്ക്ക് വഴി തുറക്കുമെന്നുള്ളേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യഹോവയ്ക്ക് വഴി തുറക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അടുത്ത പ്രാവശ്യം പോകാൻ ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് കുറച്ചുകൂടി ഇതുവരെ വായിച്ചിട്ട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര കൂടുതൽ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഈ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 9-ാം വാക്യവും 10-ാം വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചാൽ താഴെ വായിക്കുക. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദാ നഗരങ്ങളോട് ഒന്ന് പറയുക. എന്താണ് പറയണ്ടേ? ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. എന്താ? ഏത് ദൈവം? യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. എന്റെ മക്കളെ, ഇതാണ് സുവിശേഷം. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും സുവിശേഷം ഒന്ന് തന്നെയാണ്. സുവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സുവിശേഷം, നല്ല വിശേഷം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മുടെ ഈ കോമ്പൗണ്ട് പരിസരത്ത് ഒരു ചർച്ച ഉണ്ട്, സുവാർത്ത ചർച്ച എന്ന് കേട്ടിട്ടുണ്ട്. അതായത് സുവിശേഷം അറിയുന്ന ചർച്ച എന്ന് അതിന്റെ അർത്ഥം. സുവാർത്ത ദൂതിയായ സിയോനെ. അപ്പൊ പഴയ ഉടമ്പടിയിലുണ്ട് സുവാർത്ത. എന്താണ് സുവാർത്ത? താഴെ എഴുതിയിരിക്കുന്നു. എല്ലായിടത്തും പോയി പറ. എന്നാ പറയണ്ടേ? ഈ സമയത്ത് യേശു ക്രിസ്തു കാൽവരി മരിച്ചതൊന്നും മരിക്കുന്നതിനെ കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അന്ന് സുവിശേഷമുണ്ട്. യേശു ക്രിസ്തു മരിച്ചാണ് നമ്മൾ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത്. രക്ഷയുടെ സുവിശേഷം ഈ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ളതാ. എന്താണ് സുവിശേഷം? എന്താ പോയി പറയണ്ടേ? ഇവിടെ പറയാണ്, ഭയപ്പെടാതെ യഹൂദാ നഗരങ്ങളോട് പറ. എന്നാ പറയണ്ടേ? ഇതാ നിങ്ങളുടെ ദൈവം യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഇതാണ് സുവിശേഷം മക്കളെ. എന്തിനാ? നമ്മോടുകൂടെ താമസിക്കാൻ. ഇത് തന്നെയല്ലേ ക്രിസ്തുവും പറഞ്ഞേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളുടെ പാർക്കാനുള്ള കാലം സമീപിച്ചു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. രണ്ടും ഒന്ന് തന്നെയല്ലേ? പഴയ ഉടമ്പടിയിലെ സുവിശേഷോ ഇപ്പോഴത്തെ നമ്മൾ യേശു പറഞ്ഞ സുവിശേഷോ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇനി നമ്മളല്ലേ ഇത് പറയാതെ നടക്കണേ? കാൽവരി ക്രൂശിലെ യാഗം മാത്രം പറഞ്ഞ് നടക്കുന്നേ?
കാൽവരി ക്രൂശിലെ യാഗം പറയേണ്ടതല്ല. അത് ഇതിന്റെ ഉള്ളിലുള്ള ആദ്യത്തെ പാർട്ട്, രക്ഷയുടെ പാർട്ട്, പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നുള്ള പാർട്ടാണ്. എന്നാൽ തുടർന്ന് പുതിയ സൃഷ്ടിയിലെ ജീവിതത്തിലേക്ക് വരണം. ആ അപ്പനോട് ജീവിക്കണം. അതാണ് സുവിശേഷം. എന്നാൽ ഇന്ന് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കി കളയുന്ന കണ്ടിട്ട് എനിക്ക് അതിശയം വരുന്നു. ക്രിസ്ത്യാനികൾ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കി കളയുന്നു. പിശാചിന്റെ പിടിയിൽ വീണതുകൊണ്ടാണത്. പാട്ടുപുസ്തകത്തിൽ പോലും സ്വർഗസ്ഥ പിതാവിന്റെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞ് ഇപ്പൊ കാണാതെ ആയി തുടങ്ങി. സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പുത്രനെ ഭൂമിയിലേക്ക് വിട്ടത്. എന്തിനാണ്? കാണാതെ പോയി ആളുകളെയും പിടിച്ചുകൊണ്ട് നീ തിരിച്ചു പോയാ വീട്ടിലേക്കെന്ന്. നമ്മൾ ആ ക്രിസ്തുവിനെയും കൊണ്ട് അപ്പനെയൊക്കെ മറച്ചു. അങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ. അറിവില്ലാത്ത കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു. യേശു ക്രിസ്തു പറയാണ്, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. നിങ്ങൾ എന്നിൽ വന്ന് എന്നിൽ അവസാനിക്കാനല്ല പറഞ്ഞേ, എന്നിലൂടെ പിതാവിന്റെ അടുക്കൽ എത്താനാ പറഞ്ഞേ. അങ്ങനെയല്ലേ പറഞ്ഞേ? ഓഹന 14:6 എഫെസ്യർ 2:18 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഏകാത്മാവിനാ ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് എഴുതി വെച്ചേക്കണേ. അല്ലാണ്ട് പിതാവിനെ മറച്ചു കളയാ പുത്രനെ കൊണ്ടെന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിളിലെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇതാ നമ്മളെ കാണുന്നവർ പിതാവിനെ കാണണം, ക്രിസ്തുവെ കാണുന്നവർ പിതാവിനെ കാണുന്നവർ. കാരണം പിതാവ് ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. പിതാവ് ആത്മാവാണ്. ക്രിസ്തു ആ സമയത്ത് ജഡത്തിലാ വന്നത്. മക്കൾ ജഡരക്തത്തോടു കൂടിയുള്ളവരാകിയാൽ അവനും ആത്മാവാകുന്ന ക്രിസ്തുവും വചനമാകുന്ന ക്രിസ്തുവും അവരെ പോലെ ജഡരക്തമുള്ളവനായി യേശുവായി ഭൂമിയിലേക്ക് വന്നു, ജഡമായി വന്നു. എന്നിട്ട് ആ ജഡത്തിലൂടെ ആത്മാവാകുന്ന തന്റെ അപ്പനെ വെളിപ്പെടുത്തി. ഇങ്ങനെ നമ്മളും വെളിപ്പെടുത്തി ജീവിക്കുക. ഇവിടെ പറയാണ്, എന്താ സുവിശേഷം? സുവാർത്ത ദൂതിയെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് ചെല്ലുക. സുവാർത്ത ദൂതി യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. കാരണം ഇത് പറയുമ്പോ നിന്നെ ഭയപ്പെടുത്താൻ ആള് വരും, നിന്നെ പുറത്താക്കും. നിനക്ക് സെമിത്തേരി തരത്തില്ല, നിനക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കും, പ്രസംഗിക്കാൻ അവസരം തരത്തില്ല. ഇതുകൊണ്ടൊന്നും നീ ഭയപ്പെടേണ്ട. മരിക്കുന്ന ഭുജങ്ങൾ പലതും ഇങ്ങനെയൊക്കെ പറയും. ഹല്ലേലൂയ. എന്നാൽ നീ അതൊന്നും ഭയപ്പെടേണ്ട. ഇവർക്കൊക്കെ ജീവനും ശ്വാസവും കൊടുത്ത ഞാനാ എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് വിളിച്ചു പറ, ഇതാ നിങ്ങളുടെ ദൈവം, യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു എന്ന് പോയി പറ. ഇതാ സുവിശേഷം. മനസ്സിലായോ? അങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി മരണം ചെയ്യും. ആരാ? യഹോവയുടെ ഭുജം, തന്റെ പുത്രനായ ക്രിസ്തു. മനസ്സിലായോ? തന്റെ പുത്രനായ ക്രിസ്തു യഹോവയ്ക്ക് വേണ്ടി വാഴും. ഇതാണ് സങ്കീർത്തന 2:6-7 എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. അതെ, ക്രിസ്തുവിനെ, തന്റെ പുത്രനെ സർവ്വത്തിന്റെ രാജാവായി വാഴിച്ചിരിക്കുന്നു യെരൂശലേമില്. ഹല്ലേലൂയ. അതുകൊണ്ട് വഴി വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിച്ചോളാൻ. പുത്രൻ ഇല്ലയോ, നിന്റെ എന്റെയും കാര്യം പെട്ടത് തന്നെ. പുത്രൻ തള്ളിയത് തന്നെയാ. ഹല്ലേലൂയ. അതിന്റെ പുത്രനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കാനല്ല പറഞ്ഞത്. അപ്പൊ യഹോവയുടെ ഭുജം അവന് വേണ്ടി മരണം ചെയ്യും. ഇതാണ് യേശയ്യാ 9:6 എഴുതി വെച്ചിരിക്കണേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കെ, ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. യഹോവയുടെ ഭുജം യഹോവയ്ക്ക് വേണ്ടി വാഴും. ആ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായ കൂട്ടവകാശികളായ സ്വർഗസ്ഥ പിതാവിനെ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജനിച്ച മക്കളായ നമ്മളെയും വിളിക്കുകയാണ്. പിടുത്തം കിട്ടിയ? ഇതുകൊണ്ടാണ് ജയിക്കുന്ന യേശു പറയുന്നു, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ. വെളിപ്പാട് 3:21. നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അങ്ങനെ ആ ഗവൺമെന്റിൽ കാണണോട്ടോ, രാജാക്കന്മാരായിട്ട് കാണണോട്ടോ. ഇപ്പോ അടിച്ചും തർക്കിച്ചും പ്രശ്നം ഉണ്ടാക്കി അയാളെ തെറി വിളിച്ച് ഇയാളെ തെറി വിളിച്ചൊക്കെ ഇരുന്നാ അവിടെ കയറ്റത്തില്ല. ജയിക്കുന്നവരെ അവിടെ കയറത്തുള്ളൂ, ഒരശുദ്ധനും അവിടെ പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സുവിശേഷം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിലാണ് ദൈവരാജ്യം. അടുത്ത സന്ദേശം നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, നമ്മുടെ ഉള്ളിലൂടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണും. നമ്മുടെ ചിന്തകളല്ല, ദൈവത്തിനെ നമ്മളിലൂടെ വരണം. എത്ര നല്ല വാസമാണെന്നറിയാമോ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നാകുന്നത്. ഇതാ ക്രിസ്തു പറഞ്ഞേ, ഞാനും പിതാവും ഒന്നാണ്. നമ്മൾ അവിടെ നിർത്തും, കട്ടി ഉടനെ യേശുവോടോ പിതാവ് അല്ല, താഴേക്ക് വായിക്കേ, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. അനേക പ്രാവശ്യം യേശു ഒരു പ്രാവശ്യം പറഞ്ഞോളൂ ഞാനും പിതാവ് ഒന്നാണെന്ന്, എന്നിട്ട് നിർത്തിയത്. പക്ഷെ ബാക്കി എല്ലാ പ്രാവശ്യവും യേശു കണ്ടിന്യൂ ചെയ്തു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. ഇത് പല പ്രാവശ്യം യേശു പറഞ്ഞു. പക്ഷെ നമ്മളത് ഒരു പ്രാവശ്യം പോലും പറയാൻ മടി കാണിക്കുന്നു. അങ്ങനെയല്ല,
യേശുവും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നമ്മളും ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നായി ദൈവ കുടുംബമായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ആ ഒരു കുടുംബത്തിൽ ദൈവത്തോട് ഒരുമിച്ച് ജീവിച്ച് ദൈവം നമ്മളിലൂടെ സർവ്വ ലോകത്തെയും വാഴാനിടയാവും. അതിലേക്ക് നമ്മൾ വിളിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, ഭരണം കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചു എന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥമില്ല. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോടുകൂടെ ദൈവത്തിന്റെ മക്കളായി ആ സ്വർഗീയ വീട്ടിൽ വസിക്കുവാനുള്ള ആ തെരഞ്ഞെടുപ്പ് ഇന്നും ഇന്നലെയും നടന്നതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി ദൈവവംശമായി ദൈവം തെരഞ്ഞെടുത്തു. എന്നാൽ ഈ സമയത്ത് നമ്മളെ ആദത്തിൽ താൽക്കാലികമായി ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു വെച്ചു. അതൊരു ടെസ്റ്റാണ്, പരീക്ഷയാണ്. പരീക്ഷ ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ജീവിതത്തിലൂടെയുള്ള കിരീടം, ജീവകിരീടം അവർ പ്രാപിക്കും. അതുകൊണ്ട് ആ ജീവകിരീടം പ്രാപിപ്പാൻ ഈ ജീവിതത്തെ എല്ലാ ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട്, എല്ലാ സെക്കൻഡറി എന്ന് എണ്ണിക്കൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ജയം പ്രാപിപ്പാൻ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നാകാൻ, ദൈവ കുടുംബമാകാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം സ്വർഗീയ പിതാവ് ത്രിയേകനല്ല, ഏകനാണ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെയുള്ള തന്റെ പ്രവർത്തനം ത്രിയേകമാണ്. അതുകൊണ്ട് നമ്മിലൂടെയുള്ള ക്രിസ്തുവെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം ത്രിയേകമാണ്. ത്രിയേകമായി പ്രവർത്തിച്ചാൽ ദൈവം നമ്മളിലൂടെ വെളിപ്പെടും. നമ്മൾ ദൈവത്തിന്റെ ഫലമായി തീരുവാനായിട്ട് അറിയാം. ശേഷം അടുത്ത സന്ദേശം നമുക്ക് കേൾക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ടു. അതേപോലെ ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരുടെ ജഡത്തിലൂടെയും വെളിപ്പെടുന്നതാകിയാൽ നന്ദിയോടെ സ്തോത്രം. നല്ല പിതാവേ, ഞങ്ങൾ ഈ പ്രവർത്തിക്കേണ്ട ആത്മീക നിയമം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാ നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇപ്പോഴും തുടർന്നും ഈ ശബ്ദ കാഴ്ചപരിധിയിൽ കടന്നു വരുന്ന എല്ലാ മക്കളും ഈ ചിന്തകൾ മനസ്സിലാക്കി ക്രിസ്തുവിലുള്ള അതേ പ്രവർത്തനം ഈ മക്കളിലും പ്രവർത്തന തലത്തിലേക്ക് വന്നു ദൈവത്തെ ഈ ജഡത്തിൽ വെളിപ്പെട്ട് സർവ്വജഡവും യഹോവയുടെ മഹത്വം കാണത്തക്ക രീതിയിൽ വെളിപ്പെടുന്നതായി തീരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിക്കും. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കും. ആരും ഗ്രൂപ്പിസം കാണിച്ച് തമ്മിൽ തല്ലാതെ താൻ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചു വെച്ചത് ശരിയാണ് സമർത്ഥിച്ച് സമയം കളയാതെ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തോ പറഞ്ഞത് അത് കേട്ട് മനസ്സിലാക്കി അനുസരിച്ച് ജീവിത വിശുദ്ധി പ്രാപിപ്പാൻ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. രോഗികളായിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടുന്ന സൗഖ്യം ആ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ് ഇപ്പോൾ മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങൾ എപ്പോ അനുഭവിക്കുന്നോ ആ സമയത്തൊക്കെ നിങ്ങളിൽ അനുഭവിക്കാനിടയാണ്. ദൈവത്തിന്റെ ആത്മശക്തി നിങ്ങളിൽ മേൽ വ്യാപരിക്കപ്പെടുവാനിടയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥി. സാമ്പത്തികമായി ഭാരത്തിലായിരിക്കുന്നവർ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ എല്ലാവർക്കും ദൈവ സമാധാനം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വഴികളും വാതിലുകളും നിങ്ങൾക്ക് തുറക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവകരങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാ മേഖലകളും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദുഷ്ടന്റെ പ്രവർത്തികൾ അഴിയട്ടെ. ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ മക്കളുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ. അതിനവരെ അനുഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി ഒരുക്കപ്പെട്ട ഈ ചാനലായ സ്തോത്രം പ്രിയ കഥാദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട സകലതും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വമഹത്വ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുത്താട്ടെ. ദൈവമാണ് ഈ കാര്യങ്ങൾ ഈ ജഡത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ പ്രവർത്തനം ത്രിയേകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിനെ അച്ചലിക്കപ്പെടുന്നവരായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബില് SVJ മെസ്സേജസ്, ഷാജി വമ്പരാട്ട് ജോസഫ് മെസ്സേജസ് സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം ദൈവരാജ്യ സന്ദേശങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കേൾക്കാം. അപ്പോൾ തന്നെ ഇതാ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കരുത്, 5000 കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫോളോ ചെയ്യുക. ഷാജി ജോസഫ്, ധാരാളം ഷാജി ജോസഫ് ഉള്ളതുകൊണ്ട് എന്റെ ഫേസ് കാണുന്ന ഷാജി ജോസഫ് കാണാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക്
അതിലൂടെ കടന്നു വരാൻ, അതിലൂടെ ദിനം പ്രതി ഉള്ള സന്ദേശങ്ങൾ കിട്ടും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അംഗങ്ങളാകാൻ നിങ്ങളുടെ അതിന്റെ കമന്റിൽ നിങ്ങളുടെ നമ്പറും രേഖപ്പെടുത്തണം, താഴെ രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങൾക്ക് അതിലൂടെ എല്ലാ സാറ്റർഡേയും സൺഡേയും ഉള്ള മീറ്റിങ്ങുകൾ അപ്ഡേഷൻസ് ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. ദിവസവും നിങ്ങൾക്ക് ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റുള്ള സന്ദേശങ്ങൾ കിട്ടും, വീഡിയോ സന്ദേശങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ ഒരു പാട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നുവെങ്കിൽ www.kingdommessages.com അതിൽ ഞങ്ങളുടെ പുസ്തകങ്ങൾ ഒക്കെ സ്വർഗത്തിലെ ദൈവത്തിലൂടെ റിലീസ് ചെയ്ത പുസ്തകങ്ങളൊക്കെ അതിലുണ്ട്. അതിന്റെ സ്പിരിച്വൽ കോപ്പീസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഈ കോപ്പികളൊക്കെ നിങ്ങൾക്ക് അതിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ആത്മലോകത്തെ വെളിപ്പെടുത്തുന്ന വേറെ പുസ്തകങ്ങളുണ്ട്. 4 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പ്രത്യേകം പറയുന്നു. ഇംഗ്ലീഷിലെ, ഹിന്ദിയില്, മലയാളത്തിലൊക്കെ ആ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് അവരുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. മാത്രമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക, ഈ ഞായറാഴ്ച 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ചാനലുകാർ നടത്തുന്ന ക്രൈസ്റ്റ് വിഷൻ നെറ്റ്വർക്ക് എന്ന ചാനലുകാർ നടത്തുന്ന ആ ചോദ്യോത്തര പദ്ധതിയുണ്ട്. അപ്പോ അതിന് നിങ്ങൾ കടന്നു വരിക. നിങ്ങളുടെ ചോദ്യങ്ങൾ ആ ചാനലുകാർക്ക് അയച്ചു കൊടുത്താൽ അവരത് ചോദിക്കും. അല്ല നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ അവസരം തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അത് മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പൊ ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ റിസൾട്ട് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ പാപം ചെയ്യാൻ കഴിയാതെ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ 3:9 നിങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാകും. ശുശ്രൂഷ കടന്നു വന്ന ഏവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കാരണം ഇത്രത്തോളം ലേറ്റായി നിങ്ങൾ ഇരുന്നല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതോടൊപ്പം ഗോസ്പൽ ടിവിയിലുള്ള സാഹചര്യമുള്ള കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പൊ തൽക്കാലം നമുക്ക് പിരിയാം. അവരെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം സിസ്റ്ററെ. അപ്പൊ ദൈവം തുടങ്ങട്ടെ, ദൈവം സഹായിക്കട്ടെ. എല്ലാ മഹത്വവും സുരക്ഷിതനാവും യേശുവിൻ നാമത്തിൽ.